ഹലോ മച്ചമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. മച്ചമാരെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഈ കഥയുണ്ടല്ലോ, ഇത് പറയാനായിട്ട് ഞാൻ ഭയങ്കര ത്രില്ലടിച്ച് നിൽക്കുകയാണ്. കാരണം ഒരു അടിപൊളി കഥ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കൊണ്ടുവരാൻ പോവാണ്. ആ ഒരു ത്രില്ല് തന്നെ നിങ്ങളുടെ കിളി പാർപ്പിക്കുന്ന, അവസാനം നിങ്ങളെ ഞെട്ടിക്കുന്ന ഒരുപാട് സംഭവങ്ങളുള്ള ഒരു സിനിമ തന്നെയാണ്. ഞാൻ വെറുതെ തള്ളുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പക്ഷേ ഈ കഥ കേട്ട് കഴിയുമ്പോൾ മനസ്സിലാവും ഇതൊന്നും തള്ളലല്ല എന്ന്. പക്ഷെ വേറൊരു കാര്യം, ഈ കഥ ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് കേൾക്കണം. ശ്രദ്ധിച്ച് കേട്ട് കഥയെങ്ങാനും മനസ്സിലാക്കാൻ കഴിഞ്ഞാണ്ടല്ലോ ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരിക്കും. കഥയെക്കുറിച്ച് വളരെ സിമ്പിൾ ആയിട്ടൊന്ന് പറയുകയാണെങ്കിൽ, ഒരു ദിവസം രാത്രി ഒരു സ്ത്രീയുടെ ഭർത്താവ് കൊല്ലപ്പെടുകയാണ്. അവരുടെ മകനെയും കാണാതാവുകയാണ്. അതിന്റെ പേരിൽ 30 വർഷത്തേക്ക് അവർ ജയിൽ ശിക്ഷിക്കപ്പെടുകയാണ്. അവർ പിന്നീട് ആ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. അത് 30 വർഷങ്ങൾക്ക് ശേഷമാണ്. നിങ്ങളെ ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും ആ സമയത്ത് ഈ കഥയിലുണ്ടാവും. അപ്പൊ എന്താണ് അത് എന്നറിയാൻ നമുക്ക് നേരെ കഥയിലേക്ക് തന്നെ പോകാം. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ ഒരു വീട് കാണിക്കുകയാണ്. അതിനുള്ളിൽ ബോധമില്ലാതെ കിടക്കുന്ന ഒരു സ്ത്രീയും കാണിക്കുന്നുണ്ട്. ഇവരുടെ പേര് ഡോലസ് എന്നാണ്. ഡോലസ് എഴുന്നേറ്റ് നോക്കിയപ്പോൾ അവളുടെ മുഖത്ത് മുറിഞ്ഞ പാടുകളുണ്ട്, രക്തം വരുന്നുണ്ട്. തൊട്ടു മുന്നിലുണ്ടായിരുന്ന ഗ്ലാസ് പൊട്ടിക്കെടുക്കുകയാണ്. എന്തോ അപകടമുണ്ട് എന്ന് മനസ്സിലായ ഡോലസ് ഒരു സേഫ്റ്റിക്ക് വേണ്ടി നിലത്ത് നിന്നും ഒരു ഗ്ലാസിന് കഷ്ണം എടുത്ത് കയ്യിൽ വെക്കുകയാണ്. മാത്രമല്ല നല്ല ഇരുട്ടായിരുന്നു, അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന റാന്തൽ വിളക്ക് കത്തിക്കുന്നുണ്ട്. എന്നാൽ ഈ സമയത്താണ് ഒരു കരച്ചിൽ കേൾക്കുന്നത്. വേഗം തന്നെ ഡോലസ് അങ്ങോട്ടേക്ക് ഓടിച്ചെന്നപ്പോൾ അവളുടെ ഭർത്താവിനെ ആരോ കുത്തി കൊന്നിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയം തന്നെ ഡോലസ് നോക്കുന്നത് അവളുടെ മകനായിട്ടുള്ള ലിയോ ആണ്. ലിയോ അവിടെ എവിടെയും കാണാനില്ല. തൊട്ടപ്പുറത്തെ റൂമിലേക്ക് പോയി. അവിടെ വാതിൽക്കൽ ലിയോ നിൽക്കുന്നത് കാണുന്നുണ്ട്. എന്നാൽ അവൻ എന്തോ ഒന്നിനെ കണ്ട് വല്ലാതെ ഭയന്നിരിക്കുകയാണ്. അവനൊന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുമ്പോൾ ഇപ്പൊ ഡോലസ് പറയണ, മോനെ ഭയക്കണ്ട, അമ്മയുണ്ട് ഇവിടെ, മോൻ അമ്മയുടെ അടുത്തേക്ക് വാ. എന്നാൽ ലിയോ ഒരു കാലെടുത്തു വെച്ചതും ആ ഇരുട്ടിൽ നിന്നും എന്താണെന്നറിയില്ല എന്തോന്ന് വന്ന് അവനെ ആ ഒരു ഇരുട്ടു മുറിയിലേക്ക് വലിച്ചെടുത്ത് കൊണ്ടുപോവാണ്. ഡോലസ് ആണെങ്കിൽ കരഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നെങ്കിലും പിന്നീട് മകനായിട്ടുള്ള ലിയോയെ കണ്ടില്ല. അവൾ വേഗം തന്നെ ആ ഇരുട്ട് റൂമിലൂടെ നേരെ താഴേക്ക് ഇറങ്ങുകയാണ്. അതൊരു ബേസ്മെന്റ് ആയിരുന്നു. അവിടെ മുഴുവനും നോക്കി, അവിടെയും മകനെ കാണാനില്ല. ഭ്രാന്ത് പിടിച്ചതുപോലെ ഡോലസ് കരയാൻ തുടങ്ങുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ പോലീസുകാർ വിവരം അറിഞ്ഞു. അവര് വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? ഒരാൾ മരണപ്പെട്ട് കിടക്കുന്നു. അതായത് ഡോലസിന്റെ ഭർത്താവ് തന്നെ. അപ്പൊ പോലീസുകാർ വിചാരിച്ചു അയാളെ കൊന്നത് ഡോലസ് തന്നെയായിരിക്കും. അതിന്റെ പേരിൽ അവൾ അറസ്റ്റ് ചെയ്യാണ്. മാത്രമല്ല ആ മകനായിട്ടുള്ള ലിയോയെ കാണാനില്ല. ആ മകനെയും ഇവൾ എന്തോ ചെയ്തു എന്നാണ് പോലീസുകാർ വിചാരിക്കുന്നത്. അധികം വൈകാതെ തന്നെ കോടതിയുടെ ഭാഗത്തുനിന്ന് വിധി വരുന്നുണ്ട്. കഠിന തടവിന് തന്നെ ഡോലസിന് പണിഷ്മെന്റ് കൊടുക്കുന്നുണ്ട്. ഇവിടെയാണ് പടത്തിന്റെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞു. ഇപ്പൊ 30 വർഷമായിട്ടുണ്ട്. ഡ്യൂലസിന് പ്രായമായി. അതുകൊണ്ട് തന്നെ ജയിലിൽ നിന്നും ഡ്യൂലസിനെ അവളുടെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരികയാണ്. കണ്ടാൽ തന്നെ പേടിയാവുന്ന ഒരു പ്രേത ബംഗ്ലാവ് പോലെയുണ്ട് ആ വീടല്ലേ. എന്തായാലും പണിഷ്മെന്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇത്ര പ്രായമായതുകൊണ്ട് ഇനി ജയിലിൽ നിർത്താനും പറ്റില്ല. ഹൗസ് അറസ്റ്റിൽ ഇവിടെ തന്നെ നിർത്താൻ വേണ്ടി പോവാണ്. മാത്രമല്ല എപ്പോഴും കാവലിനായിട്ട് ഇവിടെ 2 പോലീസുകാരും ഉണ്ടാവും. അങ്ങനെ 30 വർഷങ്ങൾക്ക് ശേഷം ഡ്യൂലസ് അവളുടെ ആ ഒരു വീട്ടിലേക്ക് കയറി വരികയാണ്. അതിൻ്റെ ഉള്ളിൽ കയറിയ പാടിന് നോവിക്കുന്ന ഒരുപാട് ഓർമ്മകൾ അവളുടെ മനസ്സിൽ വന്നു പോവുകയാണ്. ഇനി എന്തിനാ ജീവിക്കുന്നത്? മക്കളുമില്ല, ഭർത്താവും ഇല്ല, വേസ്റ്റ് ആയിട്ടുള്ള ഒരു ജീവിതം. ഇങ്ങനെ ജീവിക്കണോ എന്നൊക്കെ ഡ്യൂലസ് ഇങ്ങനെ ആലോചിക്കുകയാണ്. മാത്രമല്ല ആ റൂമിൽ കയറിയ സമയത്ത് പഴയ മെമ്മറീസ് അങ്ങനെ വന്നു പോകുന്നുണ്ട്. ഇപ്പൊ യങ് ആയിട്ടുള്ള ഡ്യൂലസിനെ കാണിക്കുകയാണ്. കാര്യമായിട്ട് തന്നെ എന്തോ ഒരു പണിയിലാണ് ഡ്യൂലസ്. ഈ സമയത്ത് തന്നെ 2 പിള്ളേർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഒരുത്തന്റെ പേര് ലിയോ, അതുപോലെ തന്നെ ഇളയവന്റെ പേര് റോഡ്രിഗോ. 2 പേരും നല്ല കുരുത്തം കെട്ടവന്മാരാണ്. സ്കൂൾ വിട്ട് വന്ന പാടെ തന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വഴക്ക് കൂടിയിട്ടാണ് വരുന്നത്. അപ്പൊ തന്നെ ഇപ്പൊ ഡ്യൂലസ് പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും ശരി, ഭക്ഷണം കഴിക്കാതെ 2 എണ്ണം ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്, കാല് ഞാൻ അടിച്ചൊടിക്കുന്നു പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ 2 എണ്ണത്തിനെയും കാണാനില്ല. ഇവന്മാര് ബേഗും അവിടെ വെച്ച് സൈക്കിൾ എടുത്ത് ഒരൊറ്റ വിടലാണ്. അപ്പൊ തന്നെ ഓടിച്ചു നിന്നിട്ട് ഡ്യൂലസ് പറയുന്നുണ്ട്, 2 എണ്ണം ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുമല്ലോ, അപ്പൊ കാണിച്ചു തരാം. അതായത് ശരിയായ വാളി പിള്ളേര് എന്ന് വേണമെങ്കിൽ പറയാം ഈ 2 എണ്ണത്തിനെയും. മൂത്തവന്റെ പേര് ലിയോ, രണ്ടാമത്തവന്റെ പേര് റോഡ്രിഗോ. അതുപോലെ തന്നെ ഡ്യൂലസിന് മക്കള് ഭയങ്കര ജീവനാണ് കേട്ടോ. അതുപോലെ തന്നെ ലൈഫിൽ ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരു പെൺകുട്ടിയാണ് ഈ ഒരു ഡ്യൂലസ്. അങ്ങനെ ആ ഒരു ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞു. ഇപ്പൊ പ്രസന്റിലേക്ക് വരികയാണ്. മാത്രമല്ല ഇനി കഥ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഫ്ലാഷ് ബാക്കും അതുപോലെ തന്നെ പ്രസന്റ് ടൈമിലെ കഥയും ഒരുപോലെ വന്നു പോകും. അതുകൊണ്ട് തന്നെ യങ് ഡ്യൂലസ്നും അതുപോലെ തന്നെ ഓൾഡ് ഡ്യൂലസ്നും ഞാനിങ്ങനെ മാറ്റി മാറ്റി പറയാട്ടോ. ഓക്കെ, ഇപ്പൊ ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞു, പ്രസന്റ് ടൈമിലേക്ക് വരികയാണ്. ഡ്യൂലസ് വീട്ടിലേക്ക് വന്ന് കയറി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആരും വന്ന് വാതിൽ മുട്ടുന്നുണ്ട്. പോയി നോക്കുമ്പോൾ അവിടുത്തെ ഫാദർ ആയിരുന്നു. ഫാദർ വന്നിട്ട് പറയാണ്, ഡ്യൂലസ് എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഇപ്പൊ സമയം ഉണ്ടാവോ, ഞാൻ ഉള്ളിലേക്ക് വരട്ടെ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ ഡ്യൂലസ് പറയണം, നിങ്ങൾ ഉള്ളിലേക്ക് വാ, നമുക്ക് സംസാരിക്കാന്ന് പറയണം. അങ്ങനെ 2 പേരും അവിടെ പോയിരിക്കുകയാണ്. ഇപ്പൊ
ഫാദർ ചോദിക്കുകയാണ്, ഡ്യൂലേഴ്സ് ശരിക്കും നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? എനിക്ക് തോന്നുന്നില്ല സ്വന്തം ഭർത്താവിനെയും അതുപോലെ തന്നെ മകനെയും നിങ്ങൾക്ക് കൊല്ലാൻ കഴിയുമെന്ന്. ഒരമ്മയ്ക്ക് മകനെ കൊല്ലാൻ കഴിയൂ? ശരിക്കും 30 വർഷങ്ങൾക്ക് മുന്നേ ഈ വീട്ടിൽ വെച്ച് എന്താ സംഭവിച്ചത്? എനിക്ക് അത് അറിയണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ടെന്ന് ഈ ഫാദർ പറയാണ്. ഇതേ സമയത്തിന് സിഗരറ്റും വലിച്ചുകൊണ്ടിരിക്കുന്ന ഡ്യൂലസ് പറയാണ്, ശരി ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരാം, നമുക്കൊന്ന് വീടിന്റെ താഴേക്ക് പോകാന്ന് പറഞ്ഞിട്ട് പിന്നീട് ഫാദറിനെയും കൂട്ടി നേരെ ബേസ്മെന്റിലേക്ക് പോവാണ്. അപ്പൊ ആ ഒരു ബേസ്മെന്റും അതിന്റെ ആ ഒരു വിശാലതയും ഇതെല്ലാം കണ്ടപ്പോൾ ഫാദർ ചോദിക്കുകയാണ്, ഏതാണ് ഈ സ്ഥലം? ഇതെന്തിനാണ് ഉണ്ടാക്കിയത്? ഇപ്പൊ ഡ്യൂലസ് പറയാണ്, അതാണ് എനിക്കും അറിയേണ്ടത്. ഏതാണ് ഈ സ്ഥലം? ആരാണ് ഇവിടെ ഇങ്ങനെയൊന്നും ഉണ്ടാക്കിയത്? എനിക്കൊന്നും അറിയില്ല എന്ന് പറയാണ്. എന്നാൽ ഫാദർ പറയണ, ഡ്യൂലസ് അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. പൂർണ്ണമായിട്ടും ഈ ഒരു കൊലപാതകത്തിൽ നിന്നും നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കാരണം അന്ന് നിങ്ങളുടെ ഭർത്താവിനെ കൊന്നുകളഞ്ഞ ആ കത്തിയുണ്ടല്ലോ, അതിൽ നിങ്ങളുടെ ഫിംഗർ പ്രിന്റ് ആണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഡ്യൂലസ് പറയുന്ന കാര്യം എന്താ വെച്ചാൽ, ഫാദറെ സത്യം പറഞ്ഞാൽ ആ കത്തി ഞാൻ എന്റെ കൈകൊണ്ട് പോലും തൊട്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അതിൽ എന്റെ കൈരേഖ വന്നത്? എനിക്കറിയില്ല. ചിലപ്പോൾ മനഃപൂർവ്വം എന്നെ ഇതിൽ പെടുത്താൻ ആരെങ്കിലും ചെയ്തതായിരിക്കും. ഇതിനുശേഷം വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ഡ്യൂലസിന്റെ 2 മക്കള് ലിയോ, റോഡ്രിഗോ, രണ്ടുപേരും സൈക്കിളിൽ അങ്ങനെ സ്പീഡിൽ ചവിട്ടി വരികയാണ്. കളിക്കാൻ വേണ്ടി പോവാണേ. അങ്ങനെ ആ ഒരു സ്ഥലത്തേക്ക് ഇവരെത്തി. അതുപോലെ തന്നെ ലിയോ അവിടെ എത്തിയ പാടിന് അവന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, മരിയോ എന്നാണ് അവന്റെ പേര്. ഇപ്പൊ മരിയോയ്ക്ക് അവൻ കൈ കൊടുക്കണം കേട്ടോ. കൈ കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക രീതിയിലാണ്, ഈ വിരലൊക്കെ തൊടിയിപ്പിച്ചിട്ടുള്ള ഒരു പ്രത്യേക തരം അവരുടേതായ ഒരു സ്റ്റൈലിലാണ് കൈ കൊടുക്കുക. ലിയോയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഈ മരിയോ. അതുപോലെ തന്നെ ഇളയ ചെറുക്കൻ റോഡ്രിഗോ, അവന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ആ കൂട്ടത്തിൽ തന്നെയുള്ള സാറ. സാറയോട് അവന് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ ഈ ഒരു ഇഷ്ടം ആർക്ക് ഇഷ്ടമല്ല? ലിയോയ്ക്ക് ഇഷ്ടമല്ല. കാരണം ലിയോയ്ക്കും ഈ സാറെ ഇഷ്ടമാണ്. അതുകൊണ്ട് അനിയനോട് ഭയങ്കര അസൂയാണ് ലിയോയ്ക്ക്. മുട്ടയിൽ നിന്നും വിരിഞ്ഞിട്ടില്ല, അതിന് മുന്നേ 2 കൂടെ തുടങ്ങിയല്ലേ. എന്തായാലും കളിക്കുന്നതിന്റെ ഇടയിൽ ഇതെല്ലാം പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് വഴക്ക് കൂടും. എന്നാൽ രാത്രിയാകുമ്പോൾ ഒരുമിച്ച് കെട്ടിപ്പിടിച്ചാണ് വീട്ടിലേക്ക് വരിക. ഇപ്പൊ തന്നെ നോക്കിയ കളിയെല്ലാം കഴിഞ്ഞ് 2 കൂടെ വീട്ടിലേക്ക് വന്ന ഒരു കോലം എന്തൊരു സ്നേഹമാണ്, കെട്ടിപ്പിടിച്ചാണ് വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ ഡ്യൂലസ് വാതിൽ പോയി തുറക്കാണ്. ആഹാ, ഇന്നും 2 വൈകിട്ടാ വന്നതല്ലേ. 2 പോയിട്ട് കുളിച്ച് ഫ്രഷ് ആയിട്ട് റൂമിൽ പോയി കിടന്നേ. അങ്ങനെ രണ്ടുപേരുടെ റൂമിൽ പോയി കിടക്കുന്നുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞു ലിയ പതിയെ വന്നിട്ട് അമ്മയോട് ചോദിക്കണം, അമ്മ വിശക്കുന്നു, എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി തരുമോ? ഇപ്പൊ ഡ്യൂലസ് പറയണം, മോനെ ഇന്നൊന്നും ഉണ്ടാക്കിയില്ല, അമ്മയ്ക്ക് തീരെ സമയം ഉണ്ടായിട്ടില്ല, മോൻ പോയി കിടന്നു പറയുക, നാളെ ഉണ്ടാക്കി തരാന്ന് പറയണം. അപ്പൊ ലിയോ ചോദിക്കുകയാണ്, എന്നാ പിന്നെ അമ്മ എന്റെ കൂടെ വരുമോ? എനിക്ക് അവിടെ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാവുന്നു എന്ന് പറയണം. ഈ സമയത്ത് ഡ്യൂലസ് അവന്റെ അടുത്തേക്ക് വന്നിട്ട് പറയണം, മോൻ എന്തിനെങ്ങനെ പേടിക്കുന്നത്? മോൻ വലിയ കുട്ടിയായില്ലേ. ഇനി അഥവാ നിനക്ക് പേടി തോന്നുകയാണെങ്കിൽ ദാ ഈ മുത്ത് നീ കയ്യിൽ വെച്ചോ, എന്നിട്ട് പേടി വരുമ്പോൾ ഇറുക്കി പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഡ്യൂലസ് അവന്റെ അമ്മ അവനൊരു മുത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ മുത്തും കയ്യിൽ പിടിച്ച് അവൻ നേരെ അവന്റെ റൂമിൽ പോയി കിടക്കുകയാണ്. ഇതേ സമയം തന്നെ കണ്ണാടിയിൽ നോക്കി നിൽക്കുന്ന ഡ്യൂലസിനെ കാണിക്കുന്നുണ്ട്. അവളുടെ മുഖത്ത് വല്ലാത്തൊരു വിഷമമുണ്ട്. അതായത് സ്വന്തം മകൻ വിശന്ന് വന്ന് ഭക്ഷണം ചോദിക്കുമ്പോൾ അത് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്തായിരിക്കും ആ വീട്ടിലെ അവസ്ഥ? പട്ടിണിയാണ്, ദാരിദ്ര്യമാണ്. ഭർത്താവിന്റെ കൂടെയുള്ള ആ ഒരു ജീവിതം അത്ര നല്ല തൃപ്തിയിലൊന്നുമല്ല, സന്തോഷത്തിലൊന്നുമല്ല. അയാൾക്കിപ്പോൾ ജോലിയില്ല, വരുമാനമില്ല, കുടുംബത്തെ നന്നായിട്ട് നോക്കുന്നില്ല, കള്ള് കുടിച്ച് അങ്ങനെ നടക്കലാണ് ഇയാളുടെ പരിപാടി. എന്തായാലും ഈ ഒരു വിഷമത്തിലിരിക്കുന്ന സമയത്ത് ഡ്യൂലസ് നേരെ പോയിട്ട് അവളുടെ കയ്യിലൊരു പെട്ടി ഉണ്ടായിരുന്നു. വളരെ സീക്രട്ട് ആയിട്ടാണ് ആ ഒരു പെട്ടി അവൾ വെച്ചിരിക്കുന്നത്. അങ്ങനെ ആ ഒരു മരത്തിന്റെ പെട്ടി അവൾ തുറക്കുന്നുണ്ട്. അതിനുള്ളിൽ ഒരു കത്തുണ്ടായിരുന്നു. ആ കത്ത് വായിക്കുമ്പോൾ അവളുടെ ഉള്ളിൽ വല്ലാത്തൊരു സന്തോഷം, ഒരു സമാധാനമൊക്കെ. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് ആ കട്ടിൽ വന്ന് കിടക്കുകയാണ്. ഇതേ നേരം തന്നെ അവളുടെ ഭർത്താവ് വന്ന് കിടക്കുന്നുണ്ട്. അയാൾ എന്തൊക്കെയോ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഡ്യൂലസ് അതിനൊന്നും മറുപടി പറയുന്നില്ല. അവൾ ചോദിക്കുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി ശരിയായോ എന്ന്. നിങ്ങൾ കാരണം എൻ്റെ 2 മക്കളും ഇന്ന് പട്ടിണിയിലാണ്, അവരൊന്നും കഴിക്കാതെയാണ് ഇന്ന് പോയി കിടന്നിരിക്കുന്നത്. എൻ്റെ വിഷമം എത്രത്തോളാണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കും എന്നിപ്പോൾ അയാൾ പറയണത്, ഞാൻ ശ്രമിക്കായിട്ടല്ലോ, ഞാൻ നോക്കുന്നുണ്ട്, അധികം വൈകാതെ ഒരു ജോലി സെറ്റാവും. ഇതും പറഞ്ഞ് അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന ഡ്യൂലസ് വാതിൽ പെട്ടെന്ന് തന്നെ ഉള്ളിന്ന് ലോക്ക് ചെയ്തിട്ട് ആ കസേരയിൽ പോയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പൊ സമയം രാത്രി 11 മണി 11 മിനിറ്റ്, ഏകദേശം 11 സെക്കൻഡ് ആവാനായിട്ടുണ്ട്. ഇനി മുതലാണ് കഥ ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ 11 എന്ന നമ്പറിന് ഈ കഥയിൽ വലിയ പ്രാധാന്യമുണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനെ കൃത്യം 11 മണി 11ാമത്തെ മിനിറ്റ് 11ാമത്തെ സെക്കൻഡ് ഇതായ സമയത്ത് ഇപ്പൊ ലോക്ക് ചെയ്ത ആ ഒരു വാതിലുണ്ടല്ലോ, ഇത് പുറത്തു നിന്നും ആരോടാൻ തുറക്കാൻ ശ്രമിക്കുന്നത് ഡ്യൂലസ് കാണാണ്. അവൾ വിചാരിച്ചു അത് അവളുടെ ഭർത്താവായിരിക്കുമെന്ന്. വളരെ ദേഷ്യത്തിൽ അവൾ പറയാണ്, ഇല്ല ഞാൻ തുറക്കില്ല എന്ന്. എന്നാൽ പുറത്തുനിന്നും എന്തോ ശബ്ദം കേട്ട് അവൾ പുറത്തേക്ക് നോക്കിയപ്പോൾ അവളുടെ ഹസ്ബൻഡ് ദാ പുറത്തൂടെ നടന്നു പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഈ വാതിൽ ആരാ തുറക്കാൻ നോക്കുന്നത്? ഡ്യൂലസ് ആകെ പേടിച്ചുപോയി. അവൾ ആദ്യം വിചാരിച്ചത് ലിയോ ആയിരിക്കും, അവനായിരിക്കും ഇത് തുറക്കുന്നതെന്നാണ്. അപ്പൊ ഡ്യൂലസ് പറയുന്നുണ്ട്, ലിയോ മര്യാദക്ക് പോയി കിടന്നുറങ്ങിക്കോ, വെറുതെ അനാവശ്യമായിട്ട് കുരുത്തക്കേട് കാണിക്കാൻ നിൽക്കണ്ട. എന്നാൽ വീണ്ടും ആ ഒരു വാതിൽ ആരോ തുറക്കാൻ ശ്രമിക്കുകയാണ്. ഡ്യൂലസിന് മനസ്സിലായി അത് ലിയോ അല്ല. ചെറിയൊരു പേടിയോട് കൂടിയിട്ട് അവൾ ആ ഒരു വാതിലിന്റെ അരികിലേക്ക് ചെല്ലുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ
റോഡ്രിഗോ, രണ്ടാമത്തെ പയ്യനുണ്ടല്ലോ, അവനെ കാണിക്കുകയാണ്. അവൻ ഉറങ്ങുന്ന സമയത്ത് അവന്റെ റൂമിലേക്ക് ആരോ ഒരാൾ നടന്നു വരുന്നുണ്ട്. ഒരു കുട്ടിയുടെ രൂപമാണ്. ഇത് കണ്ട് പേടിച്ചു പോയ റോഡ്രിഗോ അവന്റെ തലയിലൂടെ ഒരു ബെഡ്ഷീറ്റ് എടുത്ത് ഇടുന്നുണ്ട് കേട്ടോ. ഈ സീൻ നിങ്ങൾ നന്നായിട്ട് ഓർത്തു വെച്ചോ. അതായത് തലയിൽ ബെഡ്ഷീറ്റ് ഇട്ടിരിക്കുന്ന റോഡ്രിഗോയെ. ഇതേ സമയം പുറത്ത് ലിയോയും കാണിക്കുന്നുണ്ട്. ഈ ശബ്ദങ്ങളെല്ലാം കേട്ട് ലിയോ പുറത്തേക്ക് വന്നപ്പോൾ അവന്റെ പിന്നിലൂടെയും ആരോ ഒരാൾ പോകുന്നുണ്ട്. ഒരു നിഴൽ പോലെ അത് നമ്മളെ കാണിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ ഡ്യൂലസിന്റെ റൂമിൽ നോക്കുകയാണെങ്കിൽ അവളുടെ ആ ഒരു വാതിൽ തുറക്കാനായിട്ട് ആരോ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രണ്ടും കൽപ്പിച്ച് അവൾ ആ ഒരു വാതിലിന്റെ അടുത്തേക്ക് എത്തിയ സമയത്ത് പെട്ടെന്നൊരു കൈ വന്ന് അവളുടെ മുഖത്തിന് പിടിക്കാൻ നോക്കുകയാണ്. ഡ്യൂലസ് ഞെട്ടിയെന്ന് പറഞ്ഞാൽ പോരാ, അങ്ങോട്ട് ഇല്ലാണ്ടായി എന്ന് പറയും. അങ്ങനെ പേടിച്ചു. പെട്ടെന്ന് തന്നെ ആ കയ്യിൽ നിന്നും പിടിപ്പിച്ച് ഡ്യൂലസ് ഓടിച്ചെന്നൊരു കത്രിക എടുത്ത് വന്ന് കുത്താൻ നോക്കുമ്പോഴേക്കും ആ കൈ അവിടുന്ന് പോവുകയാണ്. പിന്നീട് ശബ്ദമൊന്നും കേൾക്കുന്നില്ല. പതിയെ വാതിൽ തുറന്ന ഡ്യൂലസ് നോക്കുമ്പോൾ ഒരു കരച്ചിൽ കേൾക്കാണ്. ലിയോ ആണ് കരഞ്ഞത്. വേഗം അവൻ കരഞ്ഞ് ആ റൂമിലേക്ക് ഓടിച്ചെന്ന് നോക്കുകയാണ്. എന്നാൽ ആ റൂം ആരോ ലോക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ എങ്ങനെയൊക്കെയോ ഡ്യൂലസ് ആ റൂം തുറന്ന് ഉള്ളിലേക്ക് പോയപ്പോൾ എന്തോ കണ്ട് പേടിച്ച് ഭയത്തിൽ അങ്ങനെ അനങ്ങാതെ നിൽക്കുകയാണ് ലിയോ. ഇപ്പൊ ലിയോയുടെ അടുത്തേക്ക് വന്ന ഡ്യൂലസ് ചോദിക്കുകയാണ്, നീ എന്തിനാ കരഞ്ഞ്, എന്താ പറ്റിയതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പൊ ലിയോ പറയാണ്, ഞാനല്ല കരഞ്ഞത്, റോഡ്രിഗോ ആണ്. അങ്ങനെ റോഡ്രിഗോയുടെ റൂമിൽ പോയപ്പോൾ അവനും അതുപോലെ തന്നെ എന്തോ കണ്ട് പകച്ചങ്ങനെ നിൽക്കുകയാണ്. എന്താ മോനെ റോഡ്രിഗോ പറ്റിയതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയാണ്, അത് പിന്നെ അമ്മേ, ചേട്ടൻ വന്ന് എന്നെ പേടിപ്പിച്ചു എന്ന് പറയാണ്. എന്നാൽ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് ഡ്യൂലസിന് ഒന്നും മനസ്സിലാവുന്നില്ല. പിറ്റേ ദിവസം രാവിലെ തന്നെ പോലീസുകാരെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പോലീസുകാർ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ ഡ്യൂലസ് പറയുന്നത്, ഇന്നലെ ഇവിടെ ഒരു കള്ളൻ കയറി, മോഷണശ്രമമാണെന്ന് തോന്നുന്നു. പോലീസുകാർ ചോദിക്കുകയാണ്, നിങ്ങൾ ആ ഒരു കള്ളനെ കണ്ടായിരുന്നോ? ഇപ്പൊ ഡ്യൂലസ് പറയണേ, ഇല്ല, ഞാൻ ആ കള്ളനെ കണ്ടിട്ടില്ല, പക്ഷെ എന്റെ മക്കൾ എന്തോ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ലിയോ നീ എന്താ കണ്ടത് ഒന്ന് പറയുന്നു പറയാണ്. എന്നാൽ അവനൊന്നും മിണ്ടാതിരിക്കുമ്പോൾ ഡ്യൂലസ് വീണ്ടും അവനോട് പറയുന്നുണ്ട്, നീ എന്താ കണ്ടേന്നൊന്ന് പറ മോനെ. ഇപ്പൊ പോലീസുകാർ ഡ്യൂലസിനോട് പറയാണ്, നിങ്ങൾ ആദ്യം ഒന്ന് കൂളാവുക, മകനെ ഇങ്ങനെ പേടിപ്പിക്കല്ലേ. എന്തായാലും പിന്നീട് അവളുടെ ഭർത്താവിനോട് ചോദിക്കണം, അല്ല ഈ വീട് ശരിക്കും ആരുടേതാണ്, നിങ്ങൾ എപ്പോഴാണ് ഇത് മേടിച്ചത്? അപ്പൊ അവളുടെ ഹസ്ബൻഡ് പറയുന്നുണ്ട്, ഒരു 5 വർഷമായി, പക്ഷെ ഇതിന്റെ പഴയ ഓണർ ആരാണെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. ഗവൺമെന്റ് ആരുമില്ലാത്ത ഈ ഒരു വീട് ലേലത്തിന് വെച്ച സമയത്ത് ഞങ്ങൾ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ചെറിയ പൈസക്ക് വാങ്ങിയതാണ്. കൂടുതലായിട്ടൊന്നും ഈ വീടിനെ കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയണം. എന്തായാലും ചെറിയ രീതിയിലുള്ള അന്വേഷണങ്ങളൊക്കെ കഴിഞ്ഞ് പോലീസുകാർ തിരിച്ചു പോവാണ്. ഇപ്പൊ എന്താ ചെയ്യേണ്ടത് എന്നറിയാതെ നമ്മുടെ ഡ്യൂലസ് അടുക്കളയിൽ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ലിയോ വരുന്നുണ്ട്. അവൻ വന്നിട്ട് പറയണം, അമ്മേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇന്നലെ രാത്രി എന്റെ അടുത്തേക്ക് വയസ്സായിട്ടുള്ള ഒരു സ്ത്രീ വന്നു. അവരെനിക്കൊരു കഷ്ണം കടലാസും തന്നു. വേഗം തന്നെ ആ കടലാസിന്റെ കഷ്ണം ഡ്യൂലസിന് ലിയോ കൊടുക്കുകയാണ്. എന്നാൽ അതിൽ എഴുതിയ കാര്യം കണ്ട് അവൾ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. ഇതേ നേരം തന്നെ അവളുടെ ഭർത്താവ് അങ്ങോട്ടേക്ക് വന്നപ്പോൾ അയാളെ അത് കാണിക്കാതിരിക്കാൻ വേണ്ടി വേഗം തന്നെ ആ കടലാസ് കഷ്ണം ചുരുട്ടി പിടിച്ച് മകനെ ചേർത്ത് പിടിച്ച് ഡ്യൂലസ് അങ്ങനെ നിൽക്കുകയാണ്. ഈ ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞു. ഇപ്പൊ പ്രസന്റിലേക്ക് വരികയാണ്. ഫാദറിനെ കാണിക്കുകയാണ്. ഫാദറിന് ഒരു കാര്യം ഉറപ്പാണ്, ഡ്യൂലസ് അവർ പറഞ്ഞതുപോലെ തന്നെ ഭർത്താവിനെയും മകനെയും അവൾ കൊന്നിട്ടില്ല. പക്ഷെ മറ്റെന്തോ ആ ഒരു വീട്ടിൽ സംഭവിച്ചിട്ടുണ്ട്. ആ രഹസ്യം എന്തായാലും കണ്ടുപിടിക്കണം. അപ്പൊ അതിന്റെ പിന്നാലെയാണ് ഇപ്പൊ ഈ ഒരു ഫാദർ. അങ്ങനെ പഴയ ചില പത്രങ്ങളും അതുപോലെ തന്നെ രേഖകളും ഇതെല്ലാം പരിശോധിച്ച ഫാദർ ഞെട്ടിക്കുന്ന ഒരു രഹസ്യം മനസ്സിലാക്കുകയാണ്. വർഷങ്ങൾക്ക് മുന്നേ ഒരു ഇംഗ്ലീഷുകാരനാണ് ഇങ്ങോട്ടേക്ക് വന്ന് ഈ ഒരു വീട് ഉണ്ടാക്കിയത്. അത്യാവശ്യം വളരെയധികം ഡിഫറന്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ആർക്കിടെക്ചറാണ് ഈ ഒരു വീടിന് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ കഷ്ടപ്പെട്ട് അയാൾ ഉണ്ടാക്കിയ ആ ഒരു വീട്ടിൽ അയാൾക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിഞ്ഞില്ല. അയാളെയും അയാളുടെ ഫാമിലിയെയും യാതൊരു എവിഡൻസും ഇല്ലാതെ ഒറ്റയടിക്ക് ഒരു ദിവസം കാണാതാവുകയാണ്. നവംബർ 1921 ഈ സംഭവം നടന്നത്. അങ്ങനെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു ഫാമിലി ഇങ്ങോട്ടേക്ക് വന്നു. അവരെയും പെട്ടെന്നൊരു ദിവസം കാണാതായി. അവരെ കാണാതായതും നവംബർ 1951. അങ്ങനെ അതും കഴിഞ്ഞ് മൂന്നാമതായിട്ട് ഒരു ഫാമിലി വരികയാണ്. ആ ഫാമിലിയാണ് നമ്മുടെ ഡ്യൂലസിന്റെ ഫാമിലി. ഡ്യൂലസിന്റെ ഫാമിലിയിലും ഒരുപാട് ദുരന്തങ്ങൾ നടക്കുകയാണ്. അവളുടെ ഭർത്താവ് മരിക്കുന്നു, കുട്ടിയെ കാണാതാവുന്നു. ഇത് നടക്കുന്നതും ഒരു നവംബർ മാസത്തിൽ 1981. ഇതിൽ കോമൺ ആയിട്ട് നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റിയത്? എല്ലാവരെയും കാണാതാവുന്നത് നവംബർ മാസത്തിലാണ്, അതായത് 11ാമത്തെ മാസം. അതുപോലെ തന്നെ വർഷം ശ്രദ്ധിക്കുകയാണെങ്കിൽ എല്ലാം 51, 71, 81 ഒന്നുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ്. സോ ഇതിൽ എന്തോ വല്ലാത്തൊരു മിസ്റ്ററി ഉണ്ട് എന്ന് നമ്മുടെ ഫാദറിന് മനസ്സിലായി. ഇതേ സമയം തന്നെ ഡ്യൂലസിനെ കാണിക്കുകയാണ്. ബാത്റൂമിൽ മുഖമെല്ലാം കഴുകാൻ വേണ്ടി അവൾ പോയ സമയത്ത് പെട്ടെന്ന് കണ്ണാടിയിൽ ഒരു രൂപത്തെ കാണുന്നുണ്ട്. പ്രായമായ ഒരു മനുഷ്യൻ. അയാളുടെ കയ്യിൽ ഒരു കത്തിയുണ്ട്. പേടിച്ചുപോയ ഡ്യൂലസ് വേഗം തന്നെ വാതിൽ അടയ്ക്കുന്നുണ്ട്. എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞ് ആ റൂം തുറന്നു നോക്കിയപ്പോൾ അവിടുത്തെ വസ്തുക്കളൊക്കെ ആകെ നിലത്ത് വീണ് കിടക്കുന്ന രീതിയിലാണ് കാണുന്നത്. എന്താ സംഭവിക്കുന്നതെന്ന് ഡ്യൂലസിന് മനസ്സിലാവുന്നില്ല. ഇതേ നേരം തന്നെ മുഖം നോക്കുന്ന ഒരു കണ്ണാടി അവിടെ ഉണ്ടായിരുന്നു. ആ കണ്ണാടിയിൽ ആരോ ചോര കൊണ്ട് 11 എന്ന് 6 തവണ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കണ്ട് പേടിച്ചുപോയ ഡ്യൂലസ് പതിയെ പിന്നിലേക്ക് പോയപ്പോൾ അവളുടെ പിന്നിൽ
ദാ ആ വയസ്സായ ആളങ്ങനെ നിൽക്കുന്നുണ്ട്. പേടിച്ച് പിന്നിലേക്ക് വീണ ഡ്യൂലസ് അയാളോട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാണ്, എന്തിനാണ് എന്നെ വന്നിങ്ങനെ ഭയപ്പെടുത്തുന്നത്? പിന്നീട് ഡ്യൂലസിന്റെ ആ ഒരു കരച്ചിൽ കേട്ട് പോലീസുകാർ ഉള്ളിലേക്ക് വരുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും അയാളെ അവിടുന്ന് കാണാതായിട്ടുണ്ട്. ഈ കുറച്ചു നേരം കൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് ഡ്യൂലസിന് യാതൊരു പിടുത്തവും കിട്ടുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഡ്യൂലസിനെ കാണാനായിട്ട് ഫാദർ വരുന്നുണ്ട്. ഇന്നലെ രാത്രി സംഭവിച്ച കാര്യങ്ങളൊക്കെ ഫാദറിനോട് പറയുന്നുണ്ട്. എന്നാൽ ഫാദറിന് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ ഡ്യൂലസ് പറയാണ്, ആർക്കാണ് വിശ്വസിക്കാൻ കഴിയുക? ഇപ്പൊ നടന്ന ഈ ഒരു കാര്യം, 30 വർഷങ്ങൾക്ക് മുന്നേ എന്റെ വീട്ടിൽ നടന്ന കാര്യം, ഇതൊന്നും ഞാൻ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. എന്നാൽ ഫാദർ പറയാണ്, ഒരു പരിധി വരെ ഡ്യൂലസ് എനിക്കിതെല്ലാം മനസ്സിലാക്കാൻ കഴിയും. ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഏകദേശം ഒരു 100 വർഷങ്ങൾക്ക് മുന്നെയാണ് ഈ വീട് ഇവിടെ നിർമ്മിച്ചത്. യൂറോപ്പിൽ നിന്ന് വന്ന ഒരു ഇംഗ്ലീഷുകാരനാണ് ഈ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അയാൾക്ക് ഇവിടെ തന്നെ ഈ വീട് വെക്കണം എന്നൊരു നിർബന്ധമുണ്ടായിരുന്നു. അയാളുടെ മനസ്സിൽ എന്തൊക്കെയോ ചില പദ്ധതികളുണ്ടായിരുന്നു. എന്നാൽ ആർക്കും അതെന്താണെന്ന് വ്യക്തമായിട്ട് അറിയില്ല. പക്ഷെ ആ വീട് നിർമ്മിച്ച് അയാൾക്ക് ഇവിടെ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിഞ്ഞില്ല. അവരെ കാണാതായി. പിന്നീട് മറ്റൊരു ഫാമിലി ഇങ്ങോട്ടേക്ക് വന്നു, അവരെയും കാണാതായി. മൂന്നാമതാണ് ഡ്യൂലസ്, നീയും നിന്റെ ഫാമിലി ഇങ്ങോട്ടേക്ക് എത്തുന്നത്. അപ്പൊ ഈ ഒരു കാര്യമെല്ലാം കേട്ട് ഡ്യൂലസ് ആകെ ഒരു ഞെട്ടൽ അങ്ങനെ നിൽക്കുകയാണ്. ഇതിനുശേഷം വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. അതായത് ഡ്യൂലസിന്റെ വീട്ടിലേക്ക് പോലീസുകാർ വന്നു. അന്വേഷണം കഴിഞ്ഞതിന് ശേഷം അവർ തിരിച്ചുപോയി. എന്നാൽ ഇതിനുശേഷം ഡ്യൂലസിന്റെ കയ്യിൽ ലിയോ ഒരു പേപ്പറിന്റെ കഷ്ണം കൊടുത്തില്ലേ, അതിനുശേഷം അവൾ ഭയങ്കര ടെൻഷനിലാണ്. ഇപ്പൊ അവളുടെ അടുത്തേക്ക് അവളുടെ ഹസ്ബൻഡ് വരികയാണ്. അവളുടെ ഭർത്താവിന്റെ പേര് ജുവാൻ എന്നാണ് കേട്ടോ. എന്തായാലും ജുവാൻ അങ്ങോട്ടേക്ക് വന്ന സമയത്ത് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, പേടിക്കേണ്ട, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഡ്യൂലസ് പറയാണ്, എങ്ങനെ പേടിക്കാതിരിക്കും, ഈ വീട്ടിൽ നിന്ന് നമുക്ക് എത്രയും പെട്ടെന്ന് മാറണം. ഈ സമയത്ത് ജുവാൻ പറയാണ്, എല്ലാം നിന്റെ ഒരു ചിന്തയാണ്, ആ ചിന്ത ആദ്യം മാറ്റിയാൽ മതി. ദേഷ്യം വന്ന ഡ്യൂലസ് പറയണത്, ദാ ഈ ഒരു പേപ്പറിന്റെ കഷ്ണം നിങ്ങൾ കണ്ടോ, ഇതിൽ ആരോ എന്തോ എഴുതിയിട്ട് ലിയോയുടെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. ഇതിൽ എന്താ എഴുതിയിരിക്കുന്നതെന്ന് അറിയോ? നിങ്ങൾ അവനെ കൊല്ലുമെന്ന്, അതായത് ലിയോയെ കൊല്ലുമെന്ന്. ഈ വീട്ടിൽ എന്തോ സംഭവിക്കുന്നുണ്ട്, എനിക്കെന്തോ പേടിയാവുകയാണ്. എന്നാൽ ഇതെല്ലാം ഭയങ്കര കെയർലെസ് ആയിട്ട് അതെല്ലാം അവളുടെ മൈൻഡിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞ ജുവാനോട് ഡ്യൂലസ് ഒരു കാര്യം പറയുന്നത്, എനിക്ക് മടുത്തു, നമുക്കിത് ഇവിടെ നിർത്താം, എനിക്ക് ഡൈവോഴ്സ് വേണം, എനിക്ക് എന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതമാണ്, ജീവനാണ് വലുതെന്ന് പറയണം. ഇത് കേട്ട് ദേഷ്യം വന്ന ജുവാൻ ചാടി എഴുന്നേൽക്കണം. എന്നിട്ട് അവളെ ഒരൊറ്റപ്പെട്ടുത്താണ്. എന്നിട്ട് പറയണം, നീ പോവുകയാണെങ്കിൽ പോയിക്കോ, എവിടെയാന്ന് വെച്ചാൽ പോയിക്കോ, പക്ഷെ എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ വിട്ടുതരില്ല. ഇത് പറഞ്ഞ ഭയങ്കര ദേഷ്യത്തിൽ ജുവാൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ചെറിയ പയ്യൻ റോഡ്രിഗോയും അതുപോലെ തന്നെ അവന് ഇഷ്ടപ്പെട്ട ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ സാറയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ സംസാരത്തിനിടയിൽ ഇപ്പൊ റോഡ്രിഗോ ഒരു വെള്ള മുത്തെടുത്ത് സാറയ്ക്ക് കൊടുത്തിട്ട് പറയാണ്, സാറ, ഇതൊരു പ്രത്യേകതരം മുത്താണ്, നിനക്ക് എപ്പോഴെങ്കിലും പേടിയാവണമെങ്കിൽ ഇത് കയ്യിൽ വെച്ച് ഇറുക്കി പിടിച്ച് എന്നെ ഓർത്താൽ മതി എന്ന് പറയണം. അല്ല, ഈ വെള്ള മുത്ത് ഇത് നമ്മൾ ഇതിനു മുന്നേ എവിടെയോ കണ്ടിട്ടില്ലേ? അന്നൊരു ദിവസം രാത്രി ലിയോ പേടിയാകുന്നു എന്ന് പറഞ്ഞപ്പോൾ അമ്മ, അതായത് ഡ്യൂലസ് അവന്റെ കയ്യിൽ കൊടുത്ത മുത്തല്ലേ, ആ മുത്തെങ്ങനെ റോഡ്രിഗോയുടെ കയ്യിൽ വന്നു? ചിലപ്പോ ലിയോയ്ക്ക് കൊടുത്തതുപോലെ തന്നെ ഡ്യൂലസ് ഈ റോഡ്രിഗോയ്ക്കും കൊടുത്തതായിരിക്കും. എന്തായാലും ഈ പോയിന്റും നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചോ. അങ്ങനെ ഇവർ രണ്ടുപേരും അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ലിയോ വരികയാണ്. ലിയോയ്ക്ക് ഭയങ്കര അസൂയാണല്ലോ നമ്മുടെ ഈ ഒരു റോഡ്രിഗോ സാറയുമായിട്ട് കമ്പനി കൂടുന്നത്. എന്തായാലും അങ്ങോട്ടേക്ക് വന്ന ലിയോ ഇപ്പൊ റോഡ്രിഗോയും വിളിച്ചിട്ട്, വേഗം വാ, നമുക്ക് കളിക്കണം എന്ന് പറയാണ്. അങ്ങനെ കളിക്കുന്നതിനിടയിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ അനാവശ്യമായ അലമ്പുണ്ടാക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ നമ്മുടെ ഡ്യൂലസിനെ നോക്കുകയാണെങ്കിൽ അവൾക്ക് ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് യാതൊരു ഐഡിയയും കിട്ടുന്നില്ല. പോലീസുകാർ വന്നിട്ടും ഒന്നും മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ അവളുടെ അനിയത്തിയും കൂട്ടിയിട്ട് മറ്റൊരാളുടെ അടുത്തേക്ക് പോവാണ്, ഒരു ജ്യോത്സ്യ, ഒരു മന്ത്രവാദിയുടെ അടുത്തേക്ക്. പോലീസിനെ കൊണ്ട് കണ്ടുപിടിക്കാൻ കഴിയില്ലെങ്കിൽ ആ മന്ത്രവാദി വഴി കണ്ടുപിടിക്കാന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ മന്ത്രവാദത്തിലൂടെ സത്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഡ്യൂലസ് അവളുടെ അനിയത്തിയുമായിട്ട് ഇപ്പോൾ ഒരു സ്ത്രീയുടെ അടുത്തേക്ക് വന്നില്ലേ, ആ സ്ത്രീക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർ മരിച്ച അവസ്ഥയിലാണ്, എന്നാൽ പൂർണ്ണമായിട്ട് മരിച്ചിട്ടുമില്ല. അതായത് ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും ലോകത്ത് പെട്ടുകിടക്കുകയാണ് അവർ. ഇവരുടെ സഹായത്തോട് കൂടിയിട്ട് ആ വീട്ടിൽ എന്താ നടക്കുന്നത് ഇനിയിപ്പോൾ ഡ്യൂലസ് മനസ്സിലാക്കാൻ പോവാണ്. അങ്ങനെ ഡ്യൂലസും അവളുടെ അനിയത്തിയും കൂടി ഈ സ്ത്രീയെ ഡ്യൂലസിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. ഒരു ചെയറിൽ ഇപ്പോൾ അവരിരുത്തി. അതുപോലെ തന്നെ ഡ്യൂലസിനെയും അവളുടെ അനിയത്തി ഒരു ചെയറിലിരുത്തുകയാണ്. എന്നിട്ട് പറയാണ്, ചേച്ചി കണ്ണടച്ചിരി, എന്ത് കണ്ടാലും പേടിച്ച് കണ്ണ് തുറക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ തുടങ്ങുകയാണ്. അങ്ങനെ ചില കർമ്മങ്ങളൊക്കെ ചെയ്തതിനു ശേഷം ഇപ്പൊ ആ ഒരു സ്ത്രീയെ കാണിക്കുകയാണ്. അതായത് മരിച്ചിട്ടില്ല, ജീവിച്ചിരിക്കുന്നുമില്ല ആ സ്ത്രീയെ. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവർ ഒരു പ്രത്യേക രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ തുടങ്ങുകയാണ്. അതായത് ഒരു പ്രത്യേകതരം സംഭാഷണം അവളിങ്ങനെ ഏറ്റു പറയാം. അച്ഛാ അച്ഛാ, എന്നൊന്നും ചെയ്യല്ലേ, എന്നൊന്നും ചെയ്യല്ലേ, എന്നെ എന്തിനാ കൊല്ലാൻ നോക്കുന്നേ? നീ എന്റെ മകനല്ല ലിയോ, നീ എന്റെ മകനല്ല, ഞാൻ നിന്നെ കൊല്ലും. അപ്പൊ വീണ്ടും പറയണം, അച്ഛാ പ്ലീസ് എന്നെ കൊല്ലരുത്, എനിക്ക് പേടിയാവുന്നു. ഇതേ നേരം തന്നെ കണ്ണടച്ചിരിക്കുന്ന ഡ്യൂലസ് ഉണ്ടല്ലോ, അവളുടെ അരികിലേക്ക് പ്രായമായിട്ടുള്ള ആ മനുഷ്യൻ വന്നിട്ട് അവളുടെ ഷോൾഡറിൽ പതിയെ കൈ വെക്കുകയാണ്. ഡ്യൂലസ് ആകെ പേടിച്ചു പോയി, പിന്നിലേക്ക് തെറിച്ചു വീഴുന്നുണ്ട് അവള്. ആ കുറച്ച് സമയം കൊണ്ട് ഒരുപാട് രഹസ്യങ്ങൾ പുറത്തു വന്നെങ്കിലും കൃത്യമായിട്ട് അതെന്താണെന്ന് മനസ്സിലാക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. എന്നാൽ ഇതേ സമയം തന്നെ പിള്ളേർ അവിടെ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റോഡ്രിഗോ സാറയുമായിട്ട് സംസാരിക്കുന്നത് ലിയോയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ കളിക്കുന്ന സമയത്തും ഇതിന്റെ പേരിൽ അവർ വഴക്കിടുന്നുണ്ട്. മാത്രമല്ല റോഡ്രിഗോ ബോൾ അങ്ങനെ എറിയുമ്പോൾ അത് ലിയോയ്ക്ക് അടിക്കാൻ കഴിയുന്നില്ല. അപ്പൊ എല്ലാവരും കൂടെ ലിയോയെ കളിയാക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ റോഡ്രിഗോയും കളിയാക്കുകയാണ്. എന്നാൽ അടുത്ത ബോൾ റോഡ്രിഗോ എറിഞ്ഞപ്പോൾ രണ്ടും കൽപ്പിച്ച് ലിയോ ഒരൊറ്റ അടി കൊടുക്കുകയാണ്. സാധാരണ ക്രിക്കറ്റ് ബോൾ അല്ല അത് ബേസ് ബോൾ ആണ്, നല്ല കനായിരിക്കും. ആ ബോൾ
ചെന്ന് അടിച്ചത് റോഡ്രിഗോയുടെ നെറ്റിയിലായിരുന്നു. പെട്ടെന്ന് തന്നെ അവൻ പിന്നിലേക്ക് വീഴുന്നുണ്ട്. ആ വീഴ്ചയിൽ അവന്റെ തല പോയിട്ട് ഒരു കല്ലിൽ അടിക്കുന്നുണ്ട്. ഇപ്പൊ അവന്റെ ബോധം നഷ്ടമായി. പതിയെ പതിയെ അവന്റെ മൂക്കിൽ നിന്നും രക്തം വരാൻ തുടങ്ങി. എല്ലാവരും ഓടി വന്നു. റോഡ്രിഗോയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല. എന്നാൽ അവൻ അനങ്ങുന്ന പോലുമില്ല. പിന്നീട് അവർക്ക് മനസ്സിലായി റോഡ്രിഗോ മരണപ്പെട്ടു എന്ന്. ഇപ്പൊ അവന്റെ ആ ഒരു മൃതദേഹം കയ്യിൽ വെച്ച് സാറ ഉറക്കനെ കരയാണ്. അങ്ങനെ അധികം വൈകാതെ എല്ലാവരും ഈ ഒരു വിവരം അറിഞ്ഞു. ചടങ്ങുകളൊക്കെ കഴിയാണ്. അങ്ങനെ റോഡ്രിഗോയുടെ മൃതദേഹം അവിടെ മറവ് ചെയ്യണം. ആ സമയത്ത് നമ്മുടെ ലിയോ ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടുമെങ്കിലും റോഡ്രിഗോ എന്ന് പറഞ്ഞാൽ ലിയോയ്ക്ക് ഭയങ്കര ജീവനായിരുന്നു. ചെറിയ കുട്ടിയല്ലേ, മനഃപൂർവ്വം ചെയ്തതുമല്ല, കളിക്കുമ്പോൾ അറിയാതെ പറ്റിപ്പോയതാണ്. അപ്പൊ ആ ഒരു സങ്കടത്തിൽ അവൻ വല്ലാതെ കിടന്ന് കരയാൻ തുടങ്ങുക. സങ്കടം സഹിക്കാതെ ആയപ്പോൾ അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ വെള്ളം മുത്തുണ്ടല്ലോ, അവന്റെ അമ്മ കൊടുത്ത ആ ഒരു വെള്ളമുത്ത് അത് അവൻ ഇറുക്കി പിടിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ സാറ ഇതേ വെള്ളമുത്ത് അവൾ കയ്യിൽ ഇറുക്കി പിടിക്കുകയാണ്. അവൾക്ക് ആ മുത്ത് കൊടുത്തത് ആരാണ്? റോഡ്രിഗോയാണ്. എന്തായാലും അവന്റെ ശവം അടക്കം ചെയ്യുകയാണ്. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ലിയോയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഇഞ്ച പൊട്ടുന്ന വേദന. ഇതേ നേരം തന്നെ അവന്റെ കൂട്ടുകാരൻ മരിയോ അവിടുന്ന് പോവുകയാണ്. ഇപ്പൊ മരിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ലിയോ ഒരു കാര്യം പറയാണ്. മരിയോ, എനിക്ക് ബ്രദറായിട്ട് ഇനി നീ മാത്രമേ ഉള്ളൂ, നീ കൂടെ എന്നെ വിട്ടു പോകരുത്, എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്ന് പറയണം. എന്നാൽ ഉറ്റ ചങ്ങാതിയായിട്ടുള്ള മരിയോ ലിയോയ്ക്ക് കൈ കൊടുത്തിട്ട് പറയാണ്, ഒരു കാരണവശാലും ലിയോ നിന്നെ വിട്ട് ഞാൻ പോകില്ല എന്ന് പറഞ്ഞിട്ട് അവരിടക്കിടക്ക് കൊടുക്കുന്ന അവരുടേതായ ശൈലിയുള്ള ആ ഒരു ഹാൻഡ് ഷേക്ക് ഉണ്ടല്ലോ അത് കൊടുക്കുകയാണ്. അങ്ങനെ ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞു. വീണ്ടും പ്രസന്റ് ടൈമിൽ കാണിക്കുകയാണ്. നമ്മുടെ ഡ്യൂലിസ് മുത്തശ്ശി അവർക്കിപ്പോൾ പ്രായമായല്ലോ, പക്ഷെ വല്ലാത്തൊരു ഏകാന്തത അവർക്ക് ഫീൽ ആവുന്നുണ്ട്. ഭയങ്കര ഡിപ്രഷൻ, മാനസികമായിട്ട് അവരിങ്ങനെ തളർന്നു പോവാണ്. എന്നാൽ ഇതേ നേരം തന്നെ ഫാദർ ഡ്യൂലിസ് പറഞ്ഞ ആ ഒരു കാര്യം മൈൻഡിൽ വെച്ച് അതെന്താണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 11 11 11 11 എന്താണ് ഈ 11ൽ ഇത്ര മാത്രം? ഈ സമയത്താണ് ക്ലോക്കിൽ 11 മണിയാവുന്നത്. കുറച്ചു നേരം ആ ക്ലോക്കിലേക്ക് തന്നെ ഈ ഫാദർ നോക്കി നിൽക്കുകയാണ്. അധികം വൈകാതെ 11 മണി എന്നുള്ളത് 11:11 ആവുകയാണ്. 11:11 ആയതിനു ശേഷം 11 മണിയും 11 മിനിറ്റും 11 സെക്കൻഡും ആണ്. ആ സ്പോട്ടിൽ ഫാദറിന് ചില കാര്യങ്ങൾ മനസ്സിലായി. ഫാദർ വേഗം തന്നെ ഡ്യൂലസിന്റെ വീട്ടിലേക്ക് പോകണം. എന്നാൽ ഡ്യൂലസ് ആ സമയത്ത് എന്താ ചെയ്യാൻ നിൽക്കുന്നതെന്ന് അറിയോ? കൈ മുറിച്ച് മരിക്കാൻ നിൽക്കുകയായിരുന്നു. ഫാദർ വേഗം വന്ന് അതിനെ തടുത്തു. ഡ്യൂലസ്, നിങ്ങൾ എന്ത് ഈ ചെയ്യുന്നത്? എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ മരിക്കാൻ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഡ്യൂലസ് പറയാണ്, ഫാദറെ, എന്റെ ഭർത്താവിനെ ഞാനാണ് കൊന്നതെന്ന് പറഞ്ഞ് എന്നെ ജയിലിലിട്ടു. എന്റെ ഇളയ മകൻ മരിച്ചുപോയി, മൂത്ത മകനെ കാണാതായി. ഇതൊന്നും വിഷയമല്ല. ഈ ജയിലിൽ നിന്ന് വന്നതിന് ശേഷം എന്റെ മൂത്ത മകനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. പ്രതീക്ഷ ഇപ്പൊ നഷ്ടപ്പെട്ടു. ഇനി ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ എന്താ കാര്യം? പിന്നെ എന്തിനാ ഞാൻ ജീവിച്ചിരിക്കുന്നത്? അതുകൊണ്ട് തന്നെയാണ് ഫാദർ ഈ ജീവിതം അങ്ങ് ഇല്ലാതാക്കാൻ ഞാൻ തീരുമാനിച്ചത്. എന്നാൽ ഫാദർ ഒരു കാര്യം ഡ്യൂലസിനോട് പറയുന്നു. എന്നാൽ അപ്പോഴേക്കും കാവൽ നിന്ന് പോലീസുകാർ വന്നിട്ട് ഫാദറിനോട് പറയണം, നിങ്ങൾ എന്തിനാണ് ഈ സമയത്ത് ഇങ്ങോട്ടേക്ക് വന്നത്? ഈ സമയത്ത് സന്ദർശിക്കാൻ പാടില്ല, ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നു പറയണം. ഇതേ നേരം തന്നെ ഫാദർ ഇപ്പോൾ ഡ്യൂലസിനോട് ഒരു കാര്യം പറയുന്നുണ്ട്. ഡ്യൂലസ്, ഞാൻ പറയുന്ന ഒരു കാര്യം വ്യക്തമായിട്ട് ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. ഇത് 2011 ആണ്. 11ാമത്തെ വർഷം, മാസം നവംബർ ആണ്, അതും 11ാമത്തെ മാസം. അതുപോലെ തന്നെ ഇന്നത്തെ തീയതി അതും 11 ആണ്. ഇന്ന് രാത്രി കറക്റ്റ് 11 മണിയാകുമ്പോൾ, അതുപോലെ തന്നെ 11 മണിയും കഴിഞ്ഞ് 11ാമത്തെ മിനിറ്റ് 11ാമത്തെ സെക്കൻഡ്, ഈ ഒരു സമയമാകുമ്പോൾ ചില കാര്യങ്ങൾ ഇവിടെ സംഭവിക്കാം. എന്താണെന്ന് എനിക്ക് വ്യക്തമായി പറയാൻ കഴിയില്ല. ആ ഒരു സമയം നിങ്ങൾ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് മറികടക്കണം. എന്നാൽ ചിലപ്പോൾ ഇതിനുള്ള ഉത്തരം നമുക്ക് ലഭിച്ചേക്കാം. ഇതും പറഞ്ഞ ഫാദർ അദ്ദേഹത്തിന്റെ കഴുത്തിലുണ്ടായിരുന്ന ആ ഒരു കൊന്തമാല അത് ഊരി ഡ്യൂലസിന്റെ കഴുത്തിലിട്ട് കൊടുത്ത് ഫാദർ അവിടെ നിന്ന് പോവുകയാണ്. എന്നാൽ ഡ്യൂലസ് ആകെ പേടിച്ചു പോവാണ്. ഫാദർ പറഞ്ഞതിന്റെ ആ ഒരു അർത്ഥം അവർക്ക് എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഇതിനുശേഷം വീണ്ടും നമ്മളെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. കഥയിലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ നമ്മളെ കാണിക്കുന്നത്. അതായത് ഡ്യൂലസിന്റെ ഹസ്ബൻഡ് ജോവാനെയാണ് കാണിക്കുന്നത്. അയാൾ ഭയങ്കര വിഷമത്തിലാണ്. ഇളയ മകൻ റോഡിഗോ മരിച്ചുപോയില്ലേ, ആ വിഷമം താങ്ങാനാവാതെ മകന്റെ ഫോട്ടോ എടുത്ത് അതിലേക്ക് നോക്കി അങ്ങനെ വിതുമ്പി കരയുന്ന സമയത്ത് അറിയാതെ ഈ ജോവാന്റെ കയ്യിൽ ഒരു കത്ത് കിട്ടുകയാണ്. ഈ കത്താണ് ജോവാൻ കാണാതെ ഇടയ്ക്കിടയ്ക്ക് ഡ്യൂലസ് വായിക്കുന്നതും അത് വായിക്കുന്ന സമയത്ത് അവൾക്കൊരു സമാധാനം കിട്ടുന്നതും. ആ കത്താണ് ഇപ്പൊ ജോവാൻ വായിക്കുന്നത്. ആ കത്ത് എഴുതിയിരിക്കുന്നത് മറ്റാരുമല്ല, ഡ്യൂലസിന്റെ ആദ്യത്തെ കാമുകനായിരുന്നു, ലിയോ റോഡ്രിഗോ. എന്നാൽ അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ലായിരുന്നു. ഇയാൾക്ക് വലിയ എന്തോ ഒരു അസുഖം പറ്റുന്നുണ്ട്. മരിക്കുന്നതിന് മുന്നെയാണ് ലിയോ റോഡ്രിഗോ ഈ കത്ത് ഡ്യൂലസിന് എഴുതിയത്. ഡ്യൂലസ്, ഞാൻ എന്തായാലും അധികം നാൾ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല, നിന്നെ വിട്ട് എന്തായാലും എനിക്ക് പിരിഞ്ഞേ മതിയാവൂ. പക്ഷെ നീ പേടിക്കണ്ട, നീ ഇപ്പൊ ഗർഭിണിയാണെങ്കിലും ആ കുഞ്ഞിനെ ജോവാൻ നന്നായിട്ട് നോക്കും, അവൻ നല്ലൊരു മനുഷ്യനാണ്. അങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞ് സ്നേഹത്തോടെ എന്ന് പറഞ്ഞ് ലിയോ റോഡ്രിഗോ ആ ഒരു കത്ത് ചുരുക്കുകയാണ്. എന്നാൽ ഈ കത്ത് വായിച്ച സമയത്ത് ശരിക്കും ജോവാന് ഭയങ്കരമായ ദേഷ്യവും സങ്കടവും വരുന്നുണ്ട്. ഇയാൾ ഇത്രയും നാൾ ഇയാളുടെ മകനാണെന്ന് കരുതിയ ലിയോ അയാളുടെ മകനല്ല. മാത്രമല്ല ആ രണ്ട് മക്കൾക്കും ഡ്യൂലസ് പേര് വെച്ചിരിക്കുന്നത് എന്താണ്? മൂത്തയാൾക്ക് ലിയോ, രണ്ടാമത്തെ ആൾക്ക് റോഡ്രിഗോ. പഴയ കാമുകിന്റെ ആ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ശരിക്കും ഡ്യൂലസ് ഇങ്ങനെ ഒരു പേര് വെച്ചിരിക്കുന്നത്. പക്ഷെ ഇത് വായിച്ചു കഴിഞ്ഞ സമയത്ത് മദ്യപാനിയായിട്ടുള്ള ജോവാന് നല്ലൊരു ചിന്തയല്ല വരുന്നത്. അയാൾക്ക് ഭയങ്കര പകയും ദേഷ്യം തോന്നുകയാണ്. എന്തായിരിക്കും തോന്നിയിട്ടുണ്ടാവുക? ലിയോ മൂത്ത മകൻ, അത് അയാളുടെ മകനല്ല, ആ ലിയോയുടെ കൈകൊണ്ടാണ് അയാളുടെ ശരിക്കും മകനായിട്ടുള്ള റോഡ്രിഗോ മരിച്ചത്. വല്ലാത്ത പക ആരോടായിരിക്കും ജോവാന് തോന്നുക? ലിയോയോട് തന്നെ. എന്തായാലും ഇവിടെ സീൻ കട്ടായി ഇപ്പൊ പ്രസന്റിലേക്ക് വരികയാണ്. ഫാദർ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ ഡ്യൂലസ് എന്തിനും തയ്യാറായി നിൽക്കുകയാണ്. രാത്രി ഏകദേശം 11 മണിയായി, 11ാമത്തെ മിനിറ്റായി,
11ാമത്തെ സെക്കൻഡ് ആവാനായിട്ട് ഇതേ സമയം തന്നെ ഫ്ലാഷ് ബാക്കിലും കാണിക്കുന്നത്. അതായത് 1981 അന്ന് നമ്മുടെ റോഡ്രിഗോ മരിച്ചില്ലേ, ആ ദിവസം രാത്രി നമ്മുടെ ലിയോ ഒരുപാട് വിഷമത്തിൽ അവൻ എന്തോ ചില കാര്യങ്ങൾ കത്തിൽ അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞു പ്രസന്റിലേക്ക് വരികയാണ്. പ്രായമായിട്ടുള്ള ഡ്യൂലസ്, ഓർക്കണം പ്രായമായിട്ടുള്ള ഡ്യൂലസ്, ഫാദർ പറഞ്ഞതുപോലെ കറക്റ്റ് ആ സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇനി മുതലാണ് ശരിക്കും നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കും, എന്നാൽ മാത്രമേ ഈ കഥയുടെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാലോ ഭയങ്കര രസവുമായിരിക്കും. അതുപോലെ തന്നെ ഓരോ ക്യാരക്ടർ, ആ ക്യാരക്ടറിന്റെ പോയിന്റ് ഓഫ് വ്യൂ അത് വെച്ച് വേണം ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാനായിട്ട്. ഓക്കെ, ഇപ്പൊ കാണിക്കുന്നത് 1981 നവംബർ മാസം 11-ാം തീയതി. ഇന്നാണ് റോഡ്രിഗോ മരിച്ചത്. ആ ദിവസം രാത്രി റോഡ്രിഗോ ആലോചിച്ച് ഒരുപാട് വിഷമിച്ചിരിക്കുകയാണ് ലിയോ. ആ നേരത്ത് അവൻ എന്തോ ഒരു രൂപത്തെ കണ്ട് പേടിച്ച് അവിടുന്ന് ഓടുകയാണ്. അവൻ നേരെ ഓടിച്ചെന്ന് കയറുന്നത് അവന്റെ അനിയന്റെ റൂമിലേക്കാണ്. ആ റൂമിൽ ഒരു കാര്യം കണ്ട് ഈ ലിയോ ആകെ ഞെട്ടിപ്പോവാണ്. തലയിൽ ഷാള് മൂടിയ അവസ്ഥയിൽ എന്തോ ഒരു സാധനം അവിടെ ഇരിക്കുന്നു. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ഓൾഡ് ഡ്യൂലസ്. ഫാദർ പറഞ്ഞതുപോലെ ആ ഒരു സമയം കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ ഈ വീട്ടിൽ ഉണ്ടാവുന്നത് പോലെ ഓൾഡ് ആയിട്ടുള്ള ഡ്യൂലസിന് തോന്നുകയാണ്. അവളുടെ വാതിലിനപ്പുറം ആരോ ഉള്ളതുപോലെ ഡ്യൂലസിന് തോന്നി. ഇതേ ഫീലിംഗ് തന്നെ 30 വർഷം ഡ്യൂലസിന് തോന്നിയതാണ്. എന്നാൽ ഇന്ന് അന്നത്തേതുപോലെ പേടിക്കാതെ ഈ വാതിലിന്റെ പിന്നിൽ അത് ആരാണെന്ന് എനിക്ക് അറിയണമെന്ന് കരുതി പതിയെ അങ്ങോട്ടേക്ക് ചെന്ന് ഡ്യൂലസ് എന്താക്കി, കൈകൊണ്ട് വാതിലിന്റെ പിറകിലേക്ക് കൊണ്ടുപോയി അവിടെ ആരാണെന്ന് പിടിച്ചു നോക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ആളുടെ മുഖത്താണ് ശരിക്കും ഡ്യൂലസ് പിടിച്ചിരിക്കുന്നത്. ഇപ്പോഴത് ആരാണെന്ന് കാണിക്കുമ്പോഴാണ് ശരിക്കും ഈ സിനിമയുടെ ഒരു ട്വിസ്റ്റ് അത് പുറത്തു വരുന്നത്. അതായത് പ്രായമായിട്ടുള്ള ഡ്യൂലസ് പിടിച്ചത് മറ്റാരുടെയും മുഖത്തല്ല, യങ് ആയിട്ടുള്ള ഡ്യൂലസിന്റെ മുഖത്തായിരുന്നു. മാത്രമല്ല ആ വാതിലിന്റെ വിടവിലൂടെ നോക്കിയപ്പോൾ പ്രായമായിട്ടുള്ള ഡ്യൂലസ് യങ് ആയിട്ടുള്ള ഡ്യൂലസിനെ അവിടെ കാണുകയാണ്. ഇത് കണ്ട് ഡ്യൂലസ് ആകെ ഞെട്ടിപ്പോയി. ഡ്യൂലസിന് ഉറപ്പായി അവൾ എന്തായാലും ഇപ്പൊ വാതിൽ തുറക്കും. ഇപ്പൊ പ്രായമായിട്ടുള്ള ഡ്യൂലസിന് യങ് ആയിട്ടുള്ള ഡ്യൂലസ് കാണും. അപ്പൊ അതിനു മുന്നേ തന്നെ പ്രായമായിട്ടുള്ള ഡ്യൂലസ് ഇവിടുന്ന് വേഗം മറ്റൊരു മുറിയിലേക്ക് പോവാണ്. കാര്യം മനസ്സിലായോ? അതായത് 30 വർഷങ്ങൾക്ക് മുന്നേ ഡ്യൂലസ് അന്ന് രാത്രി വീട്ടിൽ കള്ളം കയറി എന്നൊക്കെ പറഞ്ഞ് പോലീസിന് പരാതി കൊടുത്തില്ലേ, അവൾ ആരോ പിടിക്കാൻ നോക്കിയെന്ന് പറഞ്ഞല്ലേ, ആ പിടിച്ചത് മറ്റാരുമല്ല, അത് അവൾ തന്നെയാണ്. അതായത് പ്രായമായിട്ടുള്ള ഡ്യൂലസ് ഇപ്പൊ എത്തിയിരിക്കുന്നത് 1981 നവംബർ മാസത്തിലെ 11-ാം തീയതിയിലെ ഈ ദിവസത്തിലേക്കാണ്. ഈ ദിവസത്തിലാണ് ഇപ്പോ ഈ ഡ്യൂലസ് ഉള്ളത്. എന്തായാലും യങ് ആയിട്ടുള്ള ഡ്യൂലസ് കാണാതിരിക്കാനായിട്ട് പ്രായമായിട്ടുള്ള ഡ്യൂലസ് നേരെ ചെന്ന് കയറുന്നത് നമ്മുടെ ലിയോയുടെ റൂമിലേക്കാണ്. ഓക്കെ, ഇതിവിടെ നിർത്ത്. ഇനി അടുത്തത് നമ്മൾ ലിയോയുടെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെയാണ് കാണുന്നത്. എന്തോ ഒന്നിനെ കണ്ട് അവൻ നേരെ പോയത് എങ്ങോട്ടേക്കാണ്? റോഡ്രിഗോയുടെ റൂമിലേക്കാണ്. എന്നാൽ ആ റൂമിലേക്ക് എത്തിയപ്പോൾ അവൻ എന്താണ് കാണുന്നത്? ഒരു ഷാൾ തലയിലൂടെ ഇട്ടിരിക്കുന്ന എന്തോ ഒരു രൂപത്തെ. എന്നാൽ അത് മറ്റാരും ആയിരുന്നില്ല, നമ്മുടെ റോഡ്രിഗോ ആയിരുന്നു. മരിച്ചുപോയ റോഡ്രിഗോ അവൻ എങ്ങനെയാണ് തിരിച്ചു വന്നത്? ലിയോയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ വീട്ടിൽ എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ടൈം ലൂപ്പാണ്. ഇത് വർക്കാവുന്ന ഒരു സമയം ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് 1951, 1961 ഇതുപോലെയുള്ള വർഷങ്ങൾ. ആ വർഷത്തിലെ 11-ാമത്തെ മാസം 11-ാമത്തെ ദിവസം 11 മണി രാത്രിയാവും. അപ്പോഴാണ് ഈ ടൈം ലൂപ്പ് ആക്റ്റീവ് ആവും. ആ ടൈം ലൂപ്പിലേക്ക് ഈ വീട്ടിലുള്ള ആൾക്കാർ പെട്ടുപോയി കഴിഞ്ഞാൽ ഏത് സമയത്തിലേക്കാണ് പിന്നീട് അവർ പോവുക എന്നുള്ളത് ആ സമയം തീരുമാനിക്കും. പെട്ടുപോയ ആൾക്കാർക്ക് തീരുമാനിക്കാൻ കഴിയില്ല. സോ ഇപ്പൊ ആ ഒരു ടൈം ലൂപ്പിൽ പെട്ടിരിക്കുന്ന ലിയോ അവൻ നേരെ ഇപ്പൊ ചെന്നിരിക്കുന്നത് കുറച്ച് ദിവസം പിന്നിലേക്കാണ്. അപ്പൊ ലിയോയുടെ അനിയൻ റോഡ്രിഗോ മരണപ്പെട്ടിട്ടില്ല. അതായത് കഥ തുടങ്ങി കുറച്ചു കഴിഞ്ഞ സമയത്ത് ഞാനൊരു കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടോ? നമ്മുടെ റോഡ്രിഗോ റൂമിലിരിക്കുമ്പോൾ അവന്റെ റൂമിലേക്ക് എന്തോ വരുന്നത് കണ്ട് പേടിച്ച് അവൻ തലയിലൂടെ ഷാളിട്ട് എന്ന് പറയുന്നില്ലേ, അവന്റെ അരികിലേക്ക് ഒരു കുട്ടിയെ പോലെ തോന്നിക്കുന്ന ഒരു രൂപം വന്നു എന്ന് പറയുന്നില്ലേ. ഓക്കെ, ഇപ്പൊ ആ സമയത്തിലേക്കാണ് നമ്മുടെ ലിയോ വന്നിരിക്കുന്നത്. മാത്രമല്ല അവിടെ തലയിലൂടെ ആ ഷാള് മൂടിയിട്ടിരിക്കുന്ന ആരാണ്? മറ്റാരുമല്ല, റോഡ്രിഗോ തന്നെയാണ്. നന്നായിട്ട് നിങ്ങൾക്ക് കൺഫ്യൂസ് ആവുന്നുണ്ടാവും. എന്നാൽ ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ വ്യക്തമായിട്ട് മനസ്സിലാവുകയും ചെയ്യും കേട്ടോ. ഇപ്പൊ റോഡ്രിഗോ പറയണ, ചേട്ടാ ഈ രാത്രി വന്നിട്ട് നീ എന്തിനാടാ എന്നെ പേടിപ്പിക്കുന്നത്? ഇപ്പൊ ലിയോ എന്താക്കിയ റോഡ്രിഗോ കെട്ടിപ്പിടിക്കുകയാണ്. കാരണം അവൻ മരിച്ചതിന് ശേഷമാണ് ഒരു ടൈം ലൂപ്പിൽപ്പെട്ട് ഇപ്പൊ ലിയോ റോഡ്രിഗോയുടെ അടുത്തേക്ക് എത്തുന്നത്. ഓക്കെ, എന്തായാലും മരിച്ച അനിയനെ നേരിട്ട് കണ്ടല്ലേ, അപ്പൊ അവനെ കെട്ടിപ്പിടിച്ച് അവനോട് ഒരുപാട് ക്ഷമയും ചോദിക്കുന്നുണ്ട്. മാത്രമല്ല നീ പേടിക്കേണ്ട മോനെ, ദാ ഈ മുത്ത് നീ കയ്യിൽ വെച്ചെന്ന് പറഞ്ഞിട്ട് അവന്റെ അമ്മ ഡ്യൂലസ് കൊടുത്ത ഒരു വെള്ള മുത്ത് റോഡ്രിഗോയ്ക്ക് ലിയോ ഇപ്പൊ കൊടുക്കുകയാണ്. എന്നിട്ട് പറയണം, നിനക്ക് പേടി തോന്നുന്ന സമയത്ത് ഈ മുത്ത് നീ ഇറുക്കി പിടിച്ചു എന്ന് പറയണം. ഇപ്പൊ മനസ്സിലായില്ലേ റോഡ്രിഗോയുടെ കയ്യിൽ ആ മുത്ത് എങ്ങനെയാ വന്നേന്ന്? ഇതിനുശേഷം ലിയോ അവിടുന്ന് തിരിച്ചു പോവാണ്. ഇതേ നേരം തന്നെ ടൈം ലൂപ്പിൽപ്പെട്ട് 1981 വന്ന ഡ്യൂലസിനെ കാണിക്കുകയാണ്. അതായത് പ്രായമായിട്ടുള്ള ഡ്യൂലസ് യങ് ആയിട്ടുള്ള ഡ്യൂലസിനെ കാണാതിരിക്കാനായിട്ട് റൂമിലേക്ക് ഓടി കയറിയെന്ന് പറഞ്ഞില്ലേ, ആ റൂമിൽ ആ സമയത്ത് ഉണ്ടായിരുന്നത് ലിയോ ആയിരുന്നു കേട്ടോ. ഞാൻ നേരത്തെ റോഡ്രിഗോ എന്നാ പറഞ്ഞത്, മാറിപ്പോയതാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നല്ല കൺഫ്യൂഷൻ വരുന്നുണ്ടാവും. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ വ്യക്തിയുടെയും പോയിന്റ് ഓഫ് വ്യൂയിലൂടെ വേണം നമ്മൾ ഈ ഒരു കഥയെ കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ഈ ടൈം ലൂപ്പ് നമ്മൾ ഏത് സമയത്തിൽ
സ്ഥലത്തിലേക്കാണ് കൊണ്ടുപോകുക എന്നുള്ളത് അതിൽ പെട്ടവർക്ക് തീരുമാനിക്കാൻ കഴിയില്ല. അത് ആ സമയം തീരുമാനിക്കും. എന്തായാലും ഡ്യൂലസ് നേരെ ആ ഒരു റൂമിലേക്ക് കയറിയപ്പോൾ അവിടെ ഇപ്പോൾ ലിയോയുണ്ട്. ലിയോ ഡ്യൂലസിനെ കണ്ട് പേടിച്ചങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഡ്യൂലസ് പറയണം, മോനെ എന്തിനാ പേടിക്കുന്നത്, ഞാനാണ് നിന്റെ അമ്മയാണ്. അപ്പോൾ ലിയോയ്ക്ക് അമ്മയാണ് ഇത് എന്ന് മനസ്സിലായി. പക്ഷെ അമ്മയ്ക്ക് എങ്ങനെയാണ് ഇത്ര പ്രായമായത്? അപ്പൊ പ്രായമായിട്ടുള്ള ഡ്യൂലസ് പറയണം, മോനെ അതൊന്നും ഇപ്പൊ കൂടുതലായിട്ട് പറയാൻ കഴിയില്ല. ഞാൻ മോന്റെ കയ്യിൽ ഒരു പേപ്പറിന്റെ കഷ്ണം തരുന്നുണ്ട്. പക്ഷെ ഒരു കാരണവശാലും മോൻ അത് വായിക്കരുത്. മോന്റെ അമ്മയുടെ കയ്യിൽ ഇത് കൊടുക്കണം. അതുപോലെ തന്നെ ഇനി വരുന്ന 3 ദിവസം, ആ 3 ദിവസം നീ നിന്റെ അനിയനുമായിട്ട് കളിക്കാൻ വേണ്ടി ഗ്രൗണ്ടിലേക്ക് പോകരുത്. അതായത് ശരിക്കും ലിയോയുടെ കൈ കൊണ്ടാണല്ലോ റോഡ്രിഗോ മരിക്കുന്നത്. അതിനെ തടുക്കാനാണ് ഇപ്പൊ പ്രായമായിട്ടുള്ള ഡ്യൂലസ് ശ്രമിക്കുന്നത്. എന്തായാലും ഇതിനുശേഷം പ്രായമായിട്ടുള്ള ഡ്യൂലസ് ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവളുടെ ടൈമിലേക്ക് തന്നെ തിരിച്ചു പോകാൻ നിൽക്കുന്ന സമയത്താണ് പ്രായമായിട്ടുള്ള ആ ആൾ കത്തിയുമായിട്ട് അവളുടെ പിന്നിലൂടെ പോകുന്നത് കാണുന്നത്. ഡ്യൂലസ് ആകെ പേടിച്ചുപോയി. പക്ഷെ അയാൾ ഡ്യൂലസിനൊന്നും ചെയ്തിട്ടില്ല. വളരെ ശാന്തനായി നടന്നു പോയ ആ അപ്പൂപ്പൻ അല്ലെങ്കിൽ പ്രായമായിട്ടുള്ള ആ ആള് ഇപ്പൊ പ്രായമായിട്ടുള്ള ഡ്യൂലസിനെ നോക്കിയിട്ട് പറയാണ്, എന്റെ കൂടെ താഴേക്ക് പോകാൻ. പല രഹസ്യങ്ങളും അവിടെ വെച്ചാണ് ഡ്യൂലസ് അറിയാൻ പോകുന്നത്. ഇതേ സമയത്ത് തന്നെ ലിയോയെ നോക്കുകയാണെങ്കിൽ ടൈം ലൂപ്പിൽ പെട്ട് മരിച്ചുപോയ അനിയനെ അവൻ നേരിട്ട് കണ്ടില്ലേ. എന്നാൽ ഒരു തവണ കൂടെ അവനെ കാണണമെന്ന് കരുതി ആ റൂമിലേക്ക് പോയപ്പോൾ ടൈം ലൂപ്പ് അവിടെ തീർന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അനിയനെ കാണാൻ കഴിഞ്ഞില്ല. റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ അവന്റെ തൊട്ടു മുന്നിൽ അവന്റെ അച്ഛൻ ജുവാൻ നിൽക്കുകയാണ്. അനിയനെ കണ്ട കാര്യം ഇപ്പൊ ജുവാനോട് പറഞ്ഞെങ്കിലും ജുവാൻ അതൊന്നും കേൾക്കാതെ നമ്മുടെ ലിയോയെ പിടിച്ച് വലിച്ചങ്ങോട്ട് ഇട്ടുകയാണ്. അച്ഛൻ എന്താ ഈ ചെയ്യുന്നത്, എനിക്ക് പേടിയാവുന്നു പറഞ്ഞപ്പോൾ ജുവാൻ പറയാണ്, ആരാടാ അച്ഛൻ, ഞാൻ നിന്റെ അച്ഛനൊന്നുമല്ല, ഇവിടെ വെച്ച് ഞാൻ നിന്നെ കൊല്ലും, നീ എന്റെ മോനെ കൊന്നുമല്ലടാ. ഇതും പറഞ്ഞു ലിയോയെ ഈ ജുവാൻ മർദ്ദിക്കാൻ നിൽക്കുകയാണ്. നിലത്ത് വീണ് പേടിച്ചു പോയ ലേ ഇപ്പൊ പറയുന്നുണ്ട്, അച്ഛൻ എന്താ ഈ ചെയ്യാൻ പോകുന്നത്, എനിക്ക് പേടിയാവുന്നു അച്ഛാ. ഈ സമയത്ത് ജുവാൻ വീണ്ടും പറയണം, മിണ്ടരുത് നീ എന്നെ അങ്ങനെ വിളിക്കരുത്, ഞാൻ നിന്റെ അച്ഛനൊന്നുമല്ല, എനിക്ക് ഒരേ ഒരു മകനേ ഉള്ളൂ, അത് റോഡ്രിഗോ ആണ്, അവനെ അല്ലടാ നീ കൊന്നു കളഞ്ഞത്. ഇതും പറഞ്ഞ് ലിയോയെ കൊല്ലാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് വാതിൽ തുറന്ന ഡ്യൂലസ് പുറത്തേക്ക് വരുന്നത്. അതായത് യങ് ആയിട്ടുള്ള ഡ്യൂലസ്. അവള് പുറത്തേക്ക് വന്നപ്പോൾ കാണുന്ന എന്താണ്, ജുവാൻ ലിയോയെ കൊല്ലാൻ നിൽക്കുന്നത്. ഓടി വന്ന ഡ്യൂലസ് ഇപ്പൊ ജുവാനെ തടുക്കുകയാണ്. നീ എന്താ ഈ കാണിക്കുന്നത്, എന്താ പ്രാന്ത് പിടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ജുവാൻ എന്താക്കി, ഡ്യൂലസിനെ തല പിടിച്ച് ആ കണ്ണാടിക്കിട്ട് ഒരൊറ്റ തള്ളാണ്. ആ കണ്ണാടിയിൽ തലയടിച്ച് മുറിയായി ബോധമില്ലാതെ ഡ്യൂലസ് താഴേക്ക് വീഴുകയാണ്. ഇത് നടക്കുന്നത് ഏത് വർഷമാണ്? 1981 നവംബർ മാസം 11-ാം തീയതി. സെയിം ഇതേ വർഷം ഇതേ ദിവസം തന്നെ ഇവിടെ ഇപ്പൊ ആരുകൂടിയുണ്ട്, പ്രായമായിട്ടുള്ള ഡ്യൂലസും ഉണ്ട്. അവളിപ്പോ നേരെ ബേസ്മെന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത് ആരാണ്? ഇടയ്ക്കിടയ്ക്ക് ഡ്യൂലസിനെ വന്ന് പേടിപ്പിക്കുന്ന പ്രായമായിട്ടുള്ള ആ ആളുണ്ടല്ലോ, അയാളുടെ കൂടെയാണ് താഴെ ബേസ്മെന്റിലേക്ക് പോകുന്നത്. ഇതേ നേരം മുകളിൽ നോക്കുകയാണെങ്കിൽ ലിയോയെ കൊല്ലാനായിട്ട് ഒരു കത്തിയുമായിട്ട് അവന്റെ പിന്നാലെ തന്നെ ജുവാൻ വരുന്നുണ്ട്. അത് കണ്ട് പേടിച്ച് ലിയോ താഴേക്ക് ഇറങ്ങി ഓടുകയാണ്. ഇതേ സമയത്ത് തന്നെ ബേസ്മെന്റിൽ ആരുണ്ട്? പ്രായമായിട്ടുള്ള ഡ്യൂലസ് ഉണ്ട്. ഒരേ ദിവസം ഒരേ സമയത്താണ് ഈ 2 കാര്യം നടക്കുന്നത് എന്ന് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണേ. അങ്ങനെ താഴെ ആ ഒരു ബേസ്മെന്റിലേക്ക് വന്ന സമയത്ത് പെട്ടെന്ന് ഡ്യൂലസിന്റെ മുന്നിലേക്ക് പ്രായമായിട്ടുള്ള ആ കത്തിയുമായിട്ട് വരികയാണ്. പേടിച്ചു പോയി ഡ്യൂലസ് ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ്, എന്തിനാണ് എന്നെ ഇങ്ങനെ വന്ന് പേടിപ്പിക്കുന്നത്? ഈ സമയത്ത് പ്രായമായിട്ടുള്ള ആ മനുഷ്യൻ പറയാണ്, അമ്മയ്ക്ക് എന്നെ മനസ്സിലായില്ലേ, ഞാൻ ലിയോയാണ്. ഇത് കേട്ട് ഡ്യൂലസ് ആകെ തരിച്ചു പോകുന്നുണ്ട്. തല കടി കിട്ടിയതുപോലെ ആയി പോവാണ്. ലിയോയോ? അതെ അമ്മേ, ഞാൻ ലിയോ തന്നെയാണ്. ഞാൻ വരുന്നത് 2071 നിന്നാണ്. ഈ ഒരു സമയത്തിലേക്ക് എത്താൻ വേണ്ടി ഞാൻ ഒരുപാട് നാളായിട്ട് കാത്തിരിക്കുകയാണ്. അമ്മ ഈ സമയത്തിലേക്ക് വന്നിട്ട് എന്നെ രക്ഷപ്പെടുത്തണം അമ്മേ. ദാ ഈ കത്തി അമ്മ വെക്ക്, എന്നെ രക്ഷപ്പെടുത്താമേ. പ്രായമായിട്ടുള്ള ലിയോ, ഇതെന്താ ഇവിടെ ഈ സംഭവിക്കുന്നത്? എങ്ങനെയാണ് ലിയോയ്ക്ക് ഇത്രയും വയസ്സായത്? ഭയങ്കരമായിട്ട് കൺഫ്യൂഷനായി നിൽക്കുന്ന നമ്മുടെ ഡ്യൂലക്സിനൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ അവൾ ചോദിക്കുകയാണ്, ലിയോ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇപ്പൊ ലിയോ കാര്യങ്ങൾ പറയാണ്, അമ്മേ ഞാൻ വരുന്നത് 2071 നിന്നാണ്. ഇപ്പൊ മുകളിൽ അച്ഛൻ എന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ ഈ കത്തി ഉപയോഗിച്ച് പോയി അച്ഛനെ കൊന്ന് എന്നെ രക്ഷപ്പെടുത്തണം. ഇതൊരു ടൈം ലൂപ്പാണ്. ഈ ടൈം ലൂപ്പ് നമ്മൾ നിലനിർത്തിയേ മതിയാവുള്ളൂ. അമ്മയ്ക്കൊരു കാര്യം ഓർമ്മയുണ്ടോ? അതായത് അമ്മയുടെ ബോധം പോയി അമ്മ എഴുന്നേറ്റ് വന്നപ്പോൾ അച്ഛൻ മരിച്ചു കിടക്കുന്നത് കണ്ടില്ലേ? അച്ഛനെ അന്ന് കൊന്നത് മറ്റാരുമല്ല, അമ്മ തന്നെയാണ്, എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അമ്മേ, എനിക്കൊരു അസുഖമുണ്ട്. 1981, അതായത് ഈ വർഷത്തിൽ ഈ അസുഖത്തിനൊരു ട്രീറ്റ്മെന്റ് ഇല്ല. അമ്മ എന്നെ ഈ വർഷത്തിൽ നിന്ന് പിന്നീട് 2011 കൊണ്ടുപോകും. അവിടെ വെച്ച് എന്നെ ട്രീറ്റ് ചെയ്യും. ആ അസുഖം ബാധിച്ച് ഞാൻ മരിക്കാതെ തന്നെ പിന്നീട് ഞാൻ ജീവിക്കും. ഞാൻ 2071 എത്തിയതിനു ശേഷം തിരിച്ച് വീണ്ടും ഇങ്ങോട്ടേക്ക് വരും, ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യിപ്പിക്കാനായിട്ട്. ഇപ്പൊ ചില കാര്യങ്ങളൊക്കെ ഡ്യൂലസിന് മനസ്സിലായി. അതായത് ഡ്യൂലസിന്റെ ആദ്യത്തെ കാമുകൻ ലിയോ റോഡ്രിഗോ, അയാൾക്കുണ്ടായിരുന്ന അതേ അസുഖം തന്നെയാണ് മൂത്ത മകനായിട്ടുള്ള ലിയോയ്ക്ക് വന്നിരിക്കുന്നത്. എന്നാൽ ആ കാലത്ത് അതിനെ ചികിത്സിക്കാനുള്ള മരുന്നോ കാര്യങ്ങളോ ഒന്നുമില്ല. മകന് അസുഖമുണ്ട് എന്നുള്ള കാര്യം ഡ്യൂലസിന് ഇപ്പൊ മനസ്സിലായി. പക്ഷേ മുകളിൽ ജുവാൻ ഇപ്പോ ലിയോ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്.
ഉണ്ടാവുമോ? അത് മാത്രം ഡ്യൂലസിന് മനസ്സിലാവില്ല. എന്നാൽ സത്യമായിരുന്നു, പ്രായമായിട്ടുള്ള ലിയോ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ ജുവാൻ കുട്ടിയായിട്ടുള്ള ലിയോയെ കൊല്ലാൻ വേണ്ടി അവന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. പേടിച്ചു പോയി ലിയോ കൊല്ലല്ലേ കൊല്ലല്ലേ എന്ന് പറയുന്നുണ്ട്. എന്നാൽ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു ജുവാൻ. കരഞ്ഞുകൊണ്ട് തന്നെ അവനോട് പറയാണ്, മിണ്ടരുത്, നീ മിണ്ടരുത്, നീ കാരണം എന്റെ മോൻ മരിച്ചുപോയി, എനിക്ക് നിന്നെ ഇവിടുന്ന് കൊല്ലാൻ പോകാൻ പറ്റില്ല, ഞാൻ എന്തായാലും നിന്നെ കൊല്ലും. അതായത് ഈ മനുഷ്യൻ മാനസികമായിട്ട് പല രീതിയിലും തകർന്നു പോയി. സോ മിക്കവാറും ഇയാളിപ്പോ ലിയോയെ കൊല്ലും. കരഞ്ഞുകൊണ്ടാണ് ഇയാൾ അത് ചെയ്യാൻ നിൽക്കുന്നത്. എന്നാൽ പെട്ടെന്നാണ് ഇരുട്ടിൽ നിന്നും ഒരാൾ വന്നിട്ട് ജുവാന്റെ കഴുത്തിന് കത്തി വെച്ച് കുത്തുന്നത്. അത് മറ്റാരുമല്ല, പ്രായമായിട്ടുള്ള ഡ്യൂലസ് തന്നെയായിരുന്നു. അങ്ങനെ ജുവാനെ കൊന്ന് ലിയോയെ അവൻ രക്ഷപ്പെടുത്തുകയാണ്. ലിയോയെ രക്ഷപ്പെടുത്തിയതിനു ശേഷം അതേ ബേസ്മെന്റിലേക്ക് തന്നെ ഡ്യൂലസ് തിരിച്ചു പോവാണ്. ഇപ്പൊ ഡ്യൂലസിന്റെ പിറകാലെ തന്നെ ലിയോയും പോകുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്താണ് നേരത്തെ ഡ്യൂലസിന്റെ അടികൊണ്ട് ബോധം കിട്ട് വീണിരുന്ന യങ് ആയിട്ടുള്ള ഡ്യൂലസ് എഴുന്നേറ്റ് വരുന്നത്. അവള് വന്ന് നോക്കുമ്പോൾ ഇവിടെ മരിച്ചു കിടക്കുന്ന ജുവാനെ കാണുകയാണ്. പിന്നീട് ലിയോയെ തേടി പോയ സമയത്ത് ബേസ്മെന്റിലേക്ക് ഇറങ്ങുന്ന ആ ഒരു വാതിലിന്റെ അവിടെ അവൻ നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ എന്തിനാ അങ്ങോട്ടേക്ക് പോയത്? അവനെ രക്ഷപ്പെടുത്തിയ പ്രായമായിട്ടുള്ള ഡ്യൂലസിനെ നോക്കിയിട്ടാണ് ലിയോ അങ്ങോട്ടേക്ക് പോയത്. എന്നാൽ ഇതേ നേരം തന്നെ യങ് ആയിട്ടുള്ള ഡ്യൂലസ് അങ്ങോട്ടേക്ക് വരികയാണ്. മകനായിട്ടുള്ള ലിയോയെ കാണുകയാണ്. മോനെ, നീ എന്താ അവിടെ നിൽക്കുന്നത്? ഇങ്ങോട്ടേക്ക് വാന്ന് പറഞ്ഞിട്ട് അവനെ വിളിക്കുകയാണ്. എങ്ങോട്ടേക്ക് പോകണം എന്ന് കൺഫ്യൂസ് ആയി നിൽക്കുന്ന ലിയോ താഴേക്കും മേലേക്കും നോക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ താഴെ നിൽക്കുന്ന പ്രായമായിട്ടുള്ള ഡ്യൂലസ് അവളിങ്ങനെ ചിന്തിക്കുകയാണ്, നേരത്തെ പ്രായമായിട്ടുള്ള ലിയോ പറഞ്ഞതുപോലെ ഇവനിപ്പോ ഒരു അസുഖമുണ്ട്. ആ അസുഖം ഈ വർഷത്തിൽ ഇവിടെ നിന്നാൽ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയില്ല. എന്തായാലും അവന് 2011 കൊണ്ടോ. അങ്ങനെ രണ്ടും കൽപ്പിച്ച് പ്രായമായിട്ടുള്ള ഡ്യൂലസ് വേഗം തന്നെ വന്ന ലിയോയെ അവിടുന്ന് താഴേക്ക് വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അതായത് ഡ്യൂലസിന്റെ ഇപ്പോഴത്തെ ആ ഒരു ടൈം ലൈനിലേക്ക്, 2011. എന്നാൽ ഇതങ്ങനെ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് യങ് ആയിട്ടുള്ള ഡ്യൂലസ്. അവള് നോക്കുമ്പോൾ ഇരുട്ടിലേക്ക് പോയ ലിയോ. പിന്നീട് ഒരിക്കലും ലിയോ അവൾ കണ്ടിട്ടില്ല. താഴേക്ക് ബേസ്മെന്റിലേക്ക് പോയെങ്കിലും അവിടെ ലിയോ ഉണ്ടായിരുന്നില്ല. കാരണം പ്രായമായിട്ടുള്ള ഡ്യൂലസ് തന്നെ അവനെയും കൊണ്ട് 2011 പോയതാണ്. അതാണ് 1981 നവംബർ 11 രാത്രി 11 മണിക്ക് 11ാമത്തെ മിനിറ്റിൽ 11ാമത്തെ സെക്കൻഡിൽ സംഭവിച്ചത്. പിന്നീട് പോലീസ് വന്നു. ഭർത്താവിനെ കൊന്നതിന്റെ പേരിൽ ഡ്യൂലസിനെ അറസ്റ്റ് ചെയ്തു. മാത്രമല്ല ആ കത്തിയിലുണ്ടായിരുന്ന ഫിംഗർ പ്രിന്റ് അത് ഡ്യൂലസിന്റേത് തന്നെയാണ് എന്ന് പറഞ്ഞല്ലോ. കാരണം എന്താണ്? ജുവാനെ കൊന്നത് പ്രായമായിട്ടുള്ള ഡ്യൂലസ് തന്നെയാണ്. ഇനി പ്രായമായാലും ശരി യങ് ആയാലും ശരി ഒരാളുടെ ഫിംഗർ പ്രിന്റ് അത് സെയിം ആയിരിക്കില്ലേ? അങ്ങനെ ഡ്യൂലസിനെ അവിടുന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് അവിടുത്തെ ആ ഒരു ഗേറ്റിൽ 2 പിള്ളേര് ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ട് അത് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ലിയോയുടെ ഉറ്റ ചങ്ങാതിയായിട്ടുള്ള മരിയോ, അതുപോലെ തന്നെ സാറ എന്ന ലിയോയുടെയും അതുപോലെ തന്നെ റോഡ്രിഗോയുടെയും കളിക്കൂട്ടുകാരി. ഇവിടെ വെച്ച് 1981 കഥ തീരാൻ പോവാണ്. കാരണം 30 വർഷത്തേക്ക് ഇനി ഡ്യൂലസ് ജയിലിലാണ് കിടക്കാൻ പോകുന്നത്. ഓക്കെ, അതവിടെ തീർന്നു. ഇനി നമുക്ക് അറിയേണ്ടത് പ്രസന്റ് ടൈമിൽ 2011 പ്രായമായിട്ടുള്ള ഡ്യൂലസ് നമ്മുടെ ലിയോയെ കൊണ്ടുവന്നു. ഇതിനുശേഷം എന്താ സംഭവിച്ചത്? 2011 നവംബർ 11ാമത്തെ ദിവസം, ഇപ്പൊ 11ാമത്തെ ആ ഒരു ദിവസം കഴിഞ്ഞു. ഡേറ്റ് 12 ആണ്. അതായത് ആ ഒരു ടൈം ലൂപ്പ് കഴിഞ്ഞു. പിറ്റേ ദിവസം ഡ്യൂലസിനെ കാണാനായിട്ട് ഫാദർ വന്നു. ഫാദർ എന്താണ് ഇന്നലെ രാത്രി സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വ്യക്തമായിട്ട് കാര്യങ്ങൾ ഡ്യൂലസ് ഫാദറിന് പറഞ്ഞു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഫാദറിനോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. എനിക്ക് ഇത്രയും പ്രായമായി, ഇനി എന്റെ മോനെ നോക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല, നീ ഉള്ളിലേക്ക് പോകണം, നീ അവനോട് സംസാരിക്കണം എന്ന് പറയണം. അങ്ങനെ ഫാദർ ഇപ്പം നേരെ ഉള്ളിലേക്ക് ചെല്ലുകയാണ്. കുട്ടിയായിട്ടുള്ള ലിയോ അവിടെ കട്ടിലിരിക്കുന്നുണ്ട്. അവൻ വന്നിരിക്കുന്നത് 1981 നിന്നും 2011 ഓക്കെ, എന്തായാലും അവിടെ കട്ടിലിരിക്കുന്ന ലിയോയുടെ അടുത്തേക്ക് ഇപ്പൊ ഫാദർ വരുന്നുണ്ട്. ഫാദർ വന്നിട്ട് ലിയോയെ വിളിക്കുകയാണ്. ലിയോ അവനിപ്പോ പതി എഴുന്നേൽക്കുന്നുണ്ട്. ഇപ്പൊ ഫാദർ അവന് കൈ കൊടുക്കുകയാണ്. കൈ കൊടുക്കുക മാത്രമല്ല ചെയ്യുന്നത്, ഒരു പ്രത്യേക രീതിയിൽ വിരലിട്ട് അനക്കുന്നുണ്ട്. അതായത് പണ്ട് ലിയോ അവന്റെ ഉറ്റ ചങ്ങാതിയായിട്ടുള്ള മരിയോയ്ക്ക് കൈ കൊടുക്കുമ്പോൾ അവരെങ്ങനെയാണോ ചെയ്യുക അതുപോലെ തന്നെയാണ് ഇപ്പൊ ഫാദർ ചെയ്തിരിക്കുന്നത്. ആ സ്പോട്ടിൽ ലിയോയ്ക്ക് മനസ്സിലായി അവന്റെ മുന്നിൽ നിൽക്കുന്ന ഈ വലുതായി ഒരു ഫാദറായി നിൽക്കുന്ന ഈ മനുഷ്യൻ മറ്റാരുമല്ല, അവന്റെ ചെറുപ്പത്തിലെ ഉറ്റ ചങ്ങാതിയായിട്ടുള്ള മരിയോ ആയിരുന്നു. ചാടിക്കേറിയ ലിയോ മരിയോ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. അതായത് മരിയോ അവന്റെ ഉറ്റ ചങ്ങാതി ലിയോയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് മരിയോയ്ക്ക് അറിയണമായിരുന്നു. അതിനുവേണ്ടി തന്നെയാണ് ഇത്രയും ഇൻവെസ്റ്റിഗേഷൻ ചെയ്തതും ഇത്രയും കഷ്ടപ്പെട്ട് ഡ്യൂലസിന്റെ പിന്നാലെ അവൻ കൂടിയതും. എന്തായാലും ഇപ്പൊ ലിയോയെ തിരിച്ചു കിട്ടിയല്ലോ. മാത്രമല്ല ഇപ്പൊ വയസ്സായിട്ടുള്ള ഡ്യൂലസ് പറഞ്ഞതുപോലെ തന്നെ ഇനി അവർക്ക് ലിയോയെ നോക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ലിയോയെ ഫാദർ മരിയോയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ്. അങ്ങനെ അമ്മയോട് യാത്ര പറഞ്ഞ് ലിയോ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. മാത്രമല്ല ഇവരെ കാണാനായിട്ട് ഇപ്പൊ ഒരു പെൺകുട്ടിയും അങ്ങോട്ടേക്ക് വരികയാണ്. ആ പെണ്ണ് മറ്റാരുമല്ല, അത് സാറയായിരുന്നു. അവളുടെ കഴുത്തിൽ ഇപ്പോഴും പണ്ട് റോഡ്രിഗോ കൊടുത്ത ആ ഒരു മാലമുത്തുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതൊക്കെ വഴിയിലൂടെയാണ് ഈ മാലമുത്ത് യാത്ര ചെയ്തതെന്ന്. അത് ഞാൻ എന്തായാലും പറയുന്നില്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, തലയൊന്ന് പുകച്ചു നോക്ക്. യങ് ആയിട്ടുള്ള ഡ്യൂലസിന്റെ കയ്യിലുണ്ടായിരുന്ന ആ മാലമുത്ത് എങ്ങനെയാണ് യങ് ആയിട്ടുള്ള സാറയുടെ കയ്യിലേക്ക് എത്തിയത്? ശരിക്കും നിങ്ങൾ അത് വന്ന വഴി ഇങ്ങനെ ശരിക്കും ആലോചിച്ച് നോക്കിയാൽ നല്ല അടിപൊളിയായിരിക്കും. ഓക്കെ, ഇത്രയും കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. ഇതിനെല്ലാത്തിനും കാരണക്കാരൻ 100 വർഷങ്ങൾക്ക് മുന്നേ യൂറോപ്പിൽ നിന്ന് വന്ന ആ ഒരു ഇംഗ്ലീഷുകാരനാണ്. അയാൾക്ക് നന്നായിട്ട് അറിയാം ഇവിടെ എന്തൊക്കെയോ ഈ ടൈം ലൂപ്പുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ പ്രശ്നമുള്ള സ്ഥലമാണ്. ആ സ്ഥലത്ത് ഇയാൾ ഈ വീട് വെച്ചു. അയാളെയും അയാളുടെ ഫാമിലിയും കാണാതായി എന്ന് പറയുന്നില്ലേ, ആരും കൊന്നതൊന്നും ആയിരിക്കുന്നില്ല. മറ്റേതെങ്കിലും സമയത്തിലേക്ക് അവർ എത്തിയിട്ടുണ്ടാവും. അതിനുശേഷം വന്ന ഫാമിലി ഇതുപോലെ തന്നെ മറ്റൊരു സമയത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും.
എന്നാൽ അത് നമ്മുടെ കഥയുടെ ഭാഗമല്ലാത്തത് കൊണ്ട് നമ്മളെ അത് കാണിച്ചില്ല എന്ന് മാത്രം. ഓക്കെ, അതുപോലെ തന്നെ ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ 11-11-11 എന്ന് പറയുന്ന ഈ കറക്റ്റ് ടൈമിംഗ് ഉണ്ടല്ലോ, ഈ സമയത്ത് അവിടെ ഒരു ടൈം ലൂപ്പ് ഉണ്ടാവും. ആ സമയം അവിടെയുള്ള മനുഷ്യരെ ഏതെങ്കിലും ഒരു സമയത്തിലേക്ക് അങ്ങ് കൊണ്ടുപോകും. അത് ഏത് സമയമാണെന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല, അത് ആ സമയം തീരുമാനിക്കും. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഈ കഥ അവസാനം വരെ കേട്ട നിങ്ങളുടെ കിളി എന്ന് പാറിയിട്ടുണ്ടാവും. എന്നാലും 20ാമത്തെ മിനിറ്റിന് ശേഷം നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് കേട്ട് നോക്ക്. അതുപോലെ തന്നെ ആദ്യം പറഞ്ഞ പല കാര്യങ്ങളും ഈ അവസാനവുമായിട്ട് നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് നോക്ക്. അപ്പോൾ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. എന്തായാലും ഈ കഥ ഇപ്പം ഞാനിവിടെ നിർത്തുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.